അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സത്യവിശ്വാസികളെ, സത്യാന്വേഷികളെ, അൽ ഫുർഖാൻ മൾട്ടിമീഡിയ പുറത്തിറക്കുന്ന മക്ബറകൾ ഉള്ളറകൾ തേടി എന്ന ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗമാണ് നിങ്ങളുടെ കൈകൾ. ഖബർ സിയാറത്ത്, പരലോകബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രബലമായ സുന്നത്ത്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറു അൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. റവാഹു ഇബ്നു മാജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, തീർച്ചയായും അത് നിങ്ങൾക്ക് പരലോകബോധം ഉണ്ടാക്കും. ഈ മഹത്തായ കർമ്മം ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെട്ട കാഴ്ച കേരളത്തിലും പുറത്തുമുള്ള പല മക്ബറകളും സന്ദർശിക്കുമ്പോൾ നമുക്ക് ബോധ്യമാണ്. അതിലൊന്നാണ് ഏർവാടിയിലെ ഇബ്രാഹിം ബാദുഷയുടെ മക്ബറ. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയാത്ത ഇന്നത്തെ ഖബർ ആരാധന, ഖബർ ഉത്സവ പറമ്പാക്കുന്ന കാഴ്ച, അവിടെ തവാഫ് ചെയ്യുന്നതും പൂവിടുന്നതും, അവിടെ ആരാധനകൾ നിർവഹിച്ച് ഇതര മതസംസ്കാരങ്ങളെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന പൗരോഹിത്യത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയുന്നതിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ചരിത്രപരമായി യാതൊരു പിൻബലവും ഏർവാടി ശുഹദാക്കൾക്കില്ല. കെട്ടുകഥകളാൽ സ്ഥാപിതമായ ഒരു കേന്ദ്രം എന്നതിലുപരി യാതൊന്നും ഏർവാടി ദർഗയെ വിശേഷിപ്പിച്ച് പറയാനുമില്ല. ഇവിടെ മറമാടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഇബ്രാഹിം ബാദുഷ ആരാണ്? ഈ നാമം പോലും പലരുടെയും നിർമ്മിതിയാണെന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. അംഗീകരിക്കപ്പെട്ട ചരിത്ര താളുകളിൽ എവിടെയും ഇബ്രാഹിം ബാദുഷ എന്ന നാമത്തെക്കുറിച്ച് അരവരി പോലും കാണാൻ സാധ്യവുമല്ല. കേരളത്തിനകത്തും പുറത്തുമുള്ള 90% ജാറങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് വെറും മുത്തശ്ശി കഥകളിലൂടെ മാത്രമാണെന്നത് അവിടങ്ങളിലെ പരിപാലകരിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യമായതാണ്. ഇസ്ലാമിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഏർവാടി പോലുള്ള ദർഗകളിൽ നടക്കുന്നത് എന്ന് ഈ ഡോക്യുമെന്ററി കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും തീർച്ച. ഈ ഡോക്യുമെന്ററി പുറത്തിറക്കുമ്പോൾ ഞങ്ങൾ ലക്ഷ്യമായി കാണുന്നത് ഇസ്ലാമിന്റെ പേരിൽ ഖബർ സിയാറത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ പുറത്തു കൊണ്ടുവരിക മാത്രമാണ്. വളരെ പ്രതീക്ഷയോടെ ഏർവാടി ദർഗയിലെത്തുന്ന പാമരന്മാരെ കൊണ്ട് ഈ മക്ബറ വ്യവസായികൾ ചെയ്യുന്നത് എത്രമാത്രം ഭീകരമാണ്, അതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ ഡോക്യുമെന്ററി എന്നത് പ്രേക്ഷകർക്ക് ബോധ്യമാകും തീർച്ച. ഖബർ പൂജയും അതുമായി ബന്ധപ്പെട്ട അനാചാരങ്ങളും കഠിനമായി വിലക്കിയ മതമാണ് ഇസ്ലാം. തൗഹീദിന്റെ കണ്ടകോടാലിയായ ശിർക്കിന്റെ അതിഭീകരതയാണ് ഖബർ പൂജ എന്നതാണ് ഇതിന് കാരണം. ഇസ്ലാമിന്റെ വിരോധികളും പൗരോഹിത്യ കുടിലതകളുടെ ഉപജ്ഞാതാക്കളുമായ കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ഖബർ വ്യവസായത്തെയും അതുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളെയും എക്കാലത്തും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ സിയാറത്ത് കേന്ദ്രങ്ങളെക്കുറിച്ച് അതിശയോക്തിയും കെട്ടുകഥകളും ഇടകലർത്തി മുസ്ലിയാക്കന്മാർ നടത്തുന്ന പ്രചരണങ്ങൾ സാമാന്യ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ഇസ്ലാം വിരോധിച്ച ഖബർ പൂജയെ വളർത്തുവാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നു മാത്രമല്ല, തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ ഖബർ പൂജയുടെ പേരിൽ വെല്ലുവിളിക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങളെ മതത്തിന്റെ പേരിൽ സാധൂകരിക്കുവാൻ ശ്രമിക്കുന്ന ഇവർ മുസ്ലിം ജനതയെ വഴിതെറ്റിക്കുന്നതിൽ മത്സരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ ഒന്നായ ഏർവാടിയെ ചുറ്റിപ്പറ്റി അനേകം ദുരാചാരങ്ങളും ദുർവൃത്തികളും നടമാടുന്നുണ്ട്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് അവർ ചെയ്യുന്നത്.
ഏർവാടിക്കെതിരായി ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളിൽ കടമ്പില്ലെന്നും വിമർശകർ സത്യമറിയാൻ ഏർവാടിയിലെത്തണമെന്നും ഖബർ പൂജയുടെ വക്താക്കൾ വെല്ലുവിളിക്കുന്നു. അടുത്ത കാലത്തായി ഒരു പ്രമുഖ വിഭാഗം സുന്നികൾ പുറത്തിറക്കിയ ദക്ഷിണേന്ത്യൻ ചരിത്ര ഭൂമികളിലൂടെ എന്ന സിഡിയിൽ ഈ വെല്ലുവിളി ആവർത്തിക്കുന്നു. ഏർവാടിയെക്കുറിച്ചുള്ള ആശങ്കകൾ തികച്ചും നിരർത്ഥകമാണ്. സംശയമുള്ളവർ വരട്ടെ, ഏർവാടിയിലേക്ക് വരട്ടെ. ഇത്തരം വെല്ലുവിളികളും നുണക്കഥകളുമാണ് ഏർവാടിയെക്കുറിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണത്തിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. നേരിട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ ഞങ്ങൾ കണ്ടെത്തിയ സത്യങ്ങൾ കെട്ടുകഥകളേക്കാൾ ഭീകരങ്ങളായിരുന്നു. ചൂഷണത്തിന്റെയും തട്ടിപ്പിന്റെയും പച്ചയായ അനിസ്ലാമികതകളുടെയും അനാശാസ്യ തിന്മകളുടെയും വളർത്തുനിലമാണ് ഏർവാടിയെന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുമാറ് യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുകയാണ് ഇവിടെ. അന്ധമായ ഖബർ ഭക്തിയുടെ കണ്ണട മാറ്റിവെച്ചു നോക്കിയാൽ സത്യം ആർക്കു മുമ്പിലും വ്യക്തമാകുന്നതാണ്. അറേബ്യയിൽ നിന്ന് ഇസ്ലാം മതപ്രചരണത്തിനെത്തിയ സയ്യിദ് ഇബ്രാഹിം ബാദുഷയും അനുചരന്മാരുമാണ് ഏർവാടിയിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ശ്രോതാക്കന്മാർ എന്നാണ് തൽപരകക്ഷികൾ പ്രചരിപ്പിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ വ്യക്തമായ ചരിത്രമോ ചരിത്രരേഖകളോ ഈ പ്രചരണത്തിന് പിൻബലമില്ല. മുസ്ലിയാക്കന്മാർ ഏർവാടിയെക്കുറിച്ച് പറയുന്ന ചരിത്രം കേൾക്കുക. വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യയിൽ നിന്നും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് 3000-ഓളം അനുയായികളോടൊപ്പം സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാ തെക്കേ ഇന്ത്യയിലെത്തി. ഏർവാടി കേന്ദ്രമായി പ്രവർത്തനം ആരംഭിച്ചതോടെ മതസൗഹാർദ്ദത്തിന്റെയും ആത്മശാന്തിയുടെയും വിളനിലമായി ഈ പ്രദേശം പരിണമിച്ചു. അന്ന് മധുര ഭരിച്ചിരുന്നത് തിരുപാണ്ഡ്യൻ രാജാവായിരുന്നു. അഹങ്കാരിയും അസൂയാലുവുമായിരുന്ന പാണ്ഡ്യന് ഏർവാടിയിലെ പുതിയ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. 13-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് ഇവിടെ പാണ്ഡ്യന്റെ സൈന്യവുമായി ഇബ്രാഹിം ബാദ്ഷായുടെ സൈന്യങ്ങൾ ദിവസങ്ങളോളം ഏറ്റുമുട്ടി. പാണ്ഡ്യൻ സൈന്യത്തിലെ 1000 കൊല്ലപ്പെട്ടു. നിരവധി മുസ്ലിങ്ങളും ഷഹീദായി. അവരാണ് ഏർവാടി ശുഹദാക്കൾ. 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അറേബ്യയിൽ നിന്നെത്തിയ ഇസ്ലാമിക പ്രചാരകരാണ് സയ്യിദ് ഇബ്രാഹിം ബാദുഷയും സംഘവുമെന്ന് പറയുന്നു. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ തീരത്തേക്ക് മതപ്രചരണത്തിന് വന്ന ഇത്തരം ഒരു സംഘത്തെക്കുറിച്ച് രേഖകളില്ല. മാത്രവുമല്ല, 13-ാം നൂറ്റാണ്ട് ക്രിസ്തുബ്ദ പ്രകാരമാണെങ്കിൽ ഹിജറ 6-ാം നൂറ്റാണ്ടായിട്ടാണ് വരിക. അറേബ്യയിൽ നിന്ന് ഹിജറ 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് മതപ്രചരണത്തിന് വന്ന ഇത്തരം ഒരു സംഘത്തെക്കുറിച്ച് ഇസ്ലാമിക ചരിത്രം നിശബ്ദമാണ്. സുവ്യക്തമായ ഒരു ചരിത്രം ഏർവാടിക്കില്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഈ വൈരുദ്ധ്യങ്ങളൊക്കെയും. ഇബ്രാഹിം ബാദുഷയുമായി യുദ്ധം നടത്തിയ തിരുപ്പാണ്ഡ്യൻ എന്ന രാജാവിനെക്കുറിച്ചുള്ള കഥയിലും ധാരാളം അവിശ്വസനീയതകൾ പതിയിരിക്കുന്നുണ്ട്. പാണ്ഡ്യ രാജവംശത്തിലെ ഓരോ രാജാക്കന്മാർക്കും സവിശേഷമായ വ്യക്തിനാമങ്ങളുണ്ട്. എന്നാൽ തിരുപ്പാണ്ഡ്യൻ എന്നത് ഒരു വ്യക്തിനാമമല്ല. ഏതൊരു പാണ്ഡ്യ രാജാവിനെയും ആദരസൂചകമായി തിരു ചേർത്ത് വിളിച്ചു വന്നിരുന്നു. അതിനാൽ തിരുപ്പാണ്ഡ്യൻ എന്നത് ഒരു നിർദ്ദിഷ്ട വ്യക്തിയല്ലെന്ന് മനസ്സിലാക്കാം. മധുര അടിസ്ഥാനമാക്കി ഭരണം നടത്തിയ പാണ്ഡ്യരാജവംശത്തിലെ ചരിത്രത്തെയും ഏർവാടി ശുഹദാക്കളെക്കുറിച്ചുള്ള കെട്ടുകഥകളെയും തമ്മിൽ കൂട്ടിയിണക്കുവാൻ മതിയായ രേഖകൾ ലഭ്യമായി. എന്നാൽ ചരിത്രത്തിന്റെ പേരിൽ നുണ പറയുകയും കറാമത്ത് എന്ന പേരിൽ കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തൽപരകക്ഷികൾക്ക് ചരിത്രമോ യാഥാർത്ഥ്യങ്ങളോ വിഷയമാകാറില്ല. ഏർവാടിയും നാഗൂറും മുത്തുപേട്ടയും ഉൾപ്പെടെയുള്ള ദർഗകളുടെയും ഗുണഭോക്താക്കൾ കേരളത്തിന്റെ മുസ്ലിയാക്കന്മാരാണ്. അവർ മുസ്ലിങ്ങളെ ഏർവാടിയിലെ ദുർവൃത്തികളിലേക്കും അനാശാസ്യതകളിലേക്കും ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നു. മുസ്ലിങ്ങളിൽ കേരളത്തിൽ നിന്നെത്തുന്നവരാണ് ഏർവാടി ഭക്തരിൽ ഭൂരിഭാഗവും. വിശേഷിച്ച് മലബാറിൽ നിന്നുള്ളവരാണ് ഇവിടുത്തെ സന്ദർശകരിൽ 3/4 പങ്കും. അതുകൂടാതെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുമാണ്. ഇവരിൽ തന്നെ ഏറെയും നിരക്ഷരരും നിരാലംബരുമാണ്. ഏർവാടി പ്രദേശത്തുകാരായ ചില ദരിദ്ര ജനവിഭാഗവും ഏർവാടിയുമായി ബന്ധപ്പെടുന്നത് അവരുടെ നിത്യവൃത്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലികൾക്കായി മാത്രമാണ്. അൽ ഇർഫാദിന്റെ 1997 ജൂലൈ ലക്കത്തിൽ ഈ സത്യം തുറന്നു സമ്മതിക്കുന്നു. കേരളീയരുടെ അന്ധവിശ്വാസങ്ങളെയും ഖബർഭക്തിയെയും ചൂഷണം ചെയ്യുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് ഏർവാടി എന്ന വസ്തുത അടിവരയിടുന്നതാണ് ഇവിടുത്തെ അറിയിപ്പുകളും ചുവരെഴുത്തുകളും മലയാള ഭാഷയിലാണ് എന്നത്. തമിഴ്നാട്ടിലെ കിഴക്കേ അറ്റത്ത് രാമനാഥപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഏർവാടിയിൽ കേരളത്തിൽ നിന്ന് ഏറെ അകലെ കിടക്കുന്ന സ്ഥലമായിരുന്നിട്ടും ഇവിടെ അറിയിപ്പുകളും ചുവരെഴുത്തുകളും
മലയാള ഭാഷയിലാണെന്നത് ഈ കേന്ദ്രത്തിന്റെ ഉപഭോക്താക്കൾ ഏറെയും മലയാളികൾ ആണെന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് ഏർവാടിയിൽ എത്തിച്ചേരുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമായി 2 ലോക്കൽ ട്രെയിനുകൾ രാമനാഥപുരം വഴി കടന്നുപോകുന്നു. രാത്രി വണ്ടിയിൽ കേരളത്തിൽ നിന്നുള്ള ഏർവാടി സന്ദർശകരെ ധാരാളമായി കാണാം. മലബാറിലെ മുസ്ലിം സാധാരണക്കാരാണ് ഇവരിലധികവും. വളരെയധികം ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഇവർ ഏർവാടിയിൽ എത്തിച്ചേരുന്നു. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവരെ സ്വീകരിക്കുവാൻ ഏർവാടിയുമായി ബന്ധപ്പെട്ട ഏജന്റുകൾ കാത്തിരിപ്പുണ്ടാവും. സയ്യിദ് ഇബ്രാഹിം ബാദുഷയുടെ ദർഗയാണ് ഏർവാടിയിലെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രം. ഇദ്ദേഹത്തോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളായവരുടെ ഖബറുകളാണ് അവിടെയുള്ള മറ്റുള്ളവ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇബ്രാഹിം ബാദുഷയുടെ മന്ത്രിമാർ, പുത്രൻ അബൂ ത്വാഹിർ, ഭാര്യ സയ്യിദ് അലി ഫാത്തിമ തുടങ്ങിയവരുടെ ഖബറുകളും കാണാം. പഴക്കം ചെന്നവയും കെട്ടിപ്പൊക്കിയവയും പഴക്കമില്ലാത്ത താൽക്കാലികമായി കെട്ടിമറച്ചതും ഖബറുകളുടെ കൂട്ടത്തിൽ കാണാം. കേസുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഇബ്രാഹിം ബാദുഷയുടെ മന്ത്രിമാർ എന്ന് തോന്നിപ്പിക്കുന്ന ചുമരെഴുത്തുകൾ ഇവിടെ കാണാം. വീരർ അബ്ദുള്ള എന്ന വ്യക്തിയുടെ പേരിലുള്ള ഒരു ഖബറും ഇവിടെ കാണുന്നു. ഇത് ഇബ്രാഹിം ബാദുഷയുടെ മുഖ്യ സൈന്യാധിപനാണെന്നാണ് വിശ്വാസം. രോഗശമനം ആഗ്രഹിച്ചും പ്രശ്നപരിഹാരത്തിനായും ഏർവാടിയിൽ എത്തുന്നവരുടെ പ്രശ്നങ്ങൾ മൺമറഞ്ഞുകിടക്കുന്ന ശുഹദാക്കൾ ഏറ്റെടുക്കുകയും രോഗികളെയും ആവലാതിക്കാരെയും പരിഗണിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്ന ഗോഷ്ഠികളെയാണ് കേസെടുക്കൽ എന്ന് പറയുന്നത്. മലക്കം മറയുകയും ശരീരഭാഗങ്ങൾ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുകയും ഒച്ചവയ്ക്കുകയും മറ്റും ചെയ്യുന്നതാണ് കേസെടുക്കലിന്റെ അടയാളങ്ങൾ. വ്യാഴാഴ്ച രാത്രികളിലാണ് കേസെടുക്കൽ നടക്കാറുള്ളത്. അത്യധികം തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണിത്. അത്യധികം പ്രാകൃതമായ ഈ സമ്പ്രദായങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു നീതീകരണവുമില്ല. പ്രവാചകൻ പഠിപ്പിച്ച അനുഷ്ഠാനങ്ങളിലോ പൂർവികർ പിന്തുടർന്നുവന്ന ചികിത്സാരീതികളിലോ ആധുനിക ശാസ്ത്രത്തിലോ ഇതിന് തെളിവുകളുടെ മാതൃകകളില്ല.
പൈശാചികവും തന്ത്രപരവുമായ ഇത്തരം രീതികൾ കാണിച്ച് ദുർബല വിശ്വാസികളെ വഞ്ചിക്കുകയും സാധാരണക്കാരെ മനോവിഭ്രാന്തിക്ക് വിധേയമാക്കുകയുമാണ് ഏർവാടിയിൽ ചെയ്തുവരുന്നത്. ഈ തട്ടിപ്പിന്റെയും ദുർവൃത്തിയുടെയും തെളിവുകൾ അന്വേഷിക്കുകയും ഇത്തരം നീചവൃത്തികളെ ന്യായീകരിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ മുസ്ലിയാക്കന്മാർ. ചിലർക്ക് ഇവിടെ എത്തിയാൽ ഇളകും. ശൈത്താനും ജിന്നുമാണ് ഇളകുന്നതെന്ന് ജനം പറയുന്നു. ശൈത്താനായാലും ജിന്നായാലും രോഗി തന്റെ മനസ്സിലെ നിഗൂഢമായ അറയാണ് തുറക്കുന്നത്. അവന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തിയ നിമിഷത്തെ രോഗി ഉറക്കെ വിവരിക്കുകയാണ്. ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ അവൻ അറിയാതെ മനസ്സ് തുറക്കുന്നു. മനസ്സിന്റെ ഭാരങ്ങൾ പൂർണ്ണമായും ഇറക്കിവെച്ച് കഴിയുമ്പോൾ സ്വയം ശാന്തനാവുകയും ചെയ്യുന്നു. സ്വന്തം ശരീരത്തെ ചില രോഗികൾ മർദ്ദിക്കുന്നു. ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം അവർ ഇങ്ങനെ ചെയ്യുന്നു. പ്രയാസങ്ങൾ ഏറ്റുപറയുന്നതോടൊപ്പം അവർ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നു. ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ മറ്റൊരു രൂപം. ആരും ആരെയും നിർബന്ധിക്കുന്നില്ല. രോഗി അഭ്യാസിയെപ്പോലെ തലകുത്തി മറിയുന്നു. ഏതോ ആന്തരിക ശക്തി അവനെ നയിക്കുന്നുണ്ട്. അല്ലാതെ സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് നിമിഷനേരം കൊണ്ട് ഇങ്ങനെ അഭ്യാസങ്ങൾ കാണിക്കാൻ കഴിയുന്നത്? അനായാസന ചിലർ മലക്കം മറിയുന്നത് കാണുമ്പോൾ ഇതൊരു തട്ടിപ്പിന്റെ ഭാഗമാകുമോ എന്ന് സംശയിച്ചു പോകും. ജനത്തിരക്കുള്ള വെള്ളിയാഴ്ച രാവിലാണ് ആദ്യമായി ഇത് കാണുന്നത്. അഭ്യാസങ്ങൾ കാണിക്കുന്നവർ നിയന്ത്രിതരാണ്. ചിലർ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതായി കണ്ടു. ഇവർ ആരെയും ശ്രദ്ധിക്കുന്നില്ല. തിരക്കിട്ട് ജോലിയിൽ വ്യാപൃതരായവരെ പോലെ. ദർഗാ കമ്മിറ്റി ആളെ നിശ്ചയിച്ചതാകുമോ എന്ന് സംശയം തോന്നി. രാവിലെ വളരെ നേരത്തെ ഞാൻ ദർഗയ്ക്ക് മുമ്പിലെത്തി. മലക്കം മറിഞ്ഞവരുടെ വ്യക്തമായ രൂപം മനസ്സിലുണ്ടായിരുന്നു. അവരെല്ലാം ക്ഷീണിതരായി അവിടെ തന്നെ ഉറങ്ങുന്നു. അന്ന് രാവിലെയും നട്ടുച്ച നേരത്തും പുതിയ ബാച്ചുകൾ അഭ്യാസങ്ങൾ കാണിക്കുന്നു. ഒരാഴ്ച ഏർവാടിയിൽ ചെലവഴിച്ചപ്പോൾ വിവിധ തരക്കാർ അഭ്യാസങ്ങൾ നടത്തുന്നതായി കാണാൻ കഴിഞ്ഞു. നാടൻ പെണ്ണുങ്ങളും കൊച്ചുകുട്ടികളും അനായാസന മറിയുമ്പോൾ ദൃഢമായത് എന്റെ വിശ്വാസമാണ്. സംശയങ്ങൾക്ക് പരിസമാപ്തി. ഇവിടെ ആരെയും പീഡിപ്പിക്കുന്നില്ല. അസുഖം ഭേദമാകാൻ സ്വയം ട്രീറ്റ്മെന്റിന് വിധേയരാകുന്നവർ, അവരെ കാണുമ്പോൾ സഹതാപത്തിന്റെ കിരണങ്ങൾ. അധികം കരിയും മുമ്പേ ഇവർ സ്വബോധത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ നിറഞ്ഞ സംതൃപ്തി. കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു ചികിത്സയ്ക്ക് വിധേയരായവർ മോചിതരാവുകയാണ് മനസ്സിന്റെ കുരുക്കുകളിൽ നിന്ന് യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക്. ഇനി ഡോക്യുമെന്ററിയിലെ ഒരു ഭാഗം ശ്രദ്ധിക്കൂ. ഈ ശുഹദാക്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നത് ഏർവാടിയിലെത്തുന്ന ആർക്കും ബോധ്യപ്പെടും. മാറാരോഗങ്ങളിൽ നിരാശ പൂണ്ടവർ, ചിത്തഭ്രമം ബാധിച്ചവർ, മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നവർ തുടങ്ങി ഏർവാടിയിലെത്തുന്നവരുടെ പ്രശ്നങ്ങൾ പലതരങ്ങളാണ്. എല്ലാവരെയും ശുഹദാക്കൾ നേരിട്ട് നിയന്ത്രിക്കുന്നുവെന്നതാണ് ഇവിടെ ദർശിക്കാവുന്ന ചിത്രം. ഹൈന്ദവ ആചാരങ്ങളിൽ പലതും ഇവിടെ നടമാടുന്നു. കാശി, രാമേശ്വരം, പഴനി എന്നിവിടങ്ങളിൽ ഹിന്ദുക്കൾ ആചരിച്ചുവരുന്ന തലമുണ്ഡനം ചെയ്യൽ വഴിപാട് ഇവിടെ എത്തുന്നവർ നടത്തുന്നു. ഹൈന്ദവ വിശ്വാസികളോടും അവരുടെ രീതികളോടും സദൃശപ്പെടാനുള്ള ഈ നടപടിക്ക് ഇസ്ലാം എത്രമാത്രം എതിരാണെന്ന് അല്പമെങ്കിലും മതബോധമുള്ള ആരും അംഗീകരിക്കുന്ന കാര്യമാണ്. നേർച്ചുകൊണ്ട് എന്താണ് ഫലം കണ്ടു തുടങ്ങിയ? ഇതുവരെയും ഒരു കൊല്ലമായി. ഇതുവരെയും എന്ത് ഇല്ല. അപ്പൊ എന്താ നിങ്ങളെ നേർച്ച എന്താണ്? നേർച്ച എന്താണെങ്കിൽ പയ്യനക്ക് മുടിയെ കളയാണോ കേട്ടാ, അവിടെ മണ്ണെല്ല ശരിയാവണം. ഈ കുട്ടിന്റെ ഈ കുട്ടീന്റെ മണ്ണെല്ല ശരിയാവണം. മുടി കളയണം. ആമാ, ഈ ചെറുക്കനുடைய കാര്യമോ പയ്യൻ. കണ്ണും കാതും മനസ്സും പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കുമാറ് ഏർവാടിയിൽ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചൂഷണങ്ങളും തകൃതിയായി അരങ്ങേറുകയാണ്. ദുർബല ന്യായീകരണങ്ങൾ കൊണ്ട് അവയെല്ലാം മറച്ചുവെക്കാനാവുമെന്നാണ് തൽപരകക്ഷികൾ ധരിച്ചിരിക്കുന്നത്. ഇർഫാദ് ലേഖകന്റെ വരികൾക്കിടയിൽ വായിച്ചാൽ തന്നെയും കേസെടുക്കൽ തുടങ്ങി ഏർവാടിയിലെ അനാചാരവൃത്തികളുടെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാം. ഭ്രാന്ത് അഭിനയിക്കുന്നവർ ഇവിടെയുണ്ടെന്ന് അന്നാട്ടുകാരനായ സർവർ ആലം പറഞ്ഞു. ചിലർ വിവിധ കേസുകളിൽ മുങ്ങി ഇവിടെയെത്തി ചങ്ങലയിൽ കഴിയുന്നവരാകാം. വലിയ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ CBI ഏർവാടിയിലെത്താറുണ്ട്. നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കയ്യിലും കാലിലും ഇത്തരക്കാർ സ്വയം കുരുക്കുകളിടുന്നു. ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കുന്നവർ തട്ടിപ്പ് നടത്തുന്നുവെന്ന് കേട്ടു. എന്താണ് സത്യാവസ്ഥ? പലരും തൊഴിലെടുക്കാതെ ജീവിക്കാൻ ഭ്രാന്തന്മാരെ പോലെ അഭിനയിക്കുന്നുണ്ട്. മക്കാമിനടുത്ത് ഇളകിയാടുന്നവരിൽ പോലും വ്യാജന്മാരുണ്ട്. നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയില്ല. സ്ഥിരമായി കാണുന്ന ഞങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. പോലീസ് പിടിക്കുമ്പോൾ ഇബ്രാഹിം ബാദുഷയുടെ പേര് വിളിച്ചു
ഭ്രാന്തന്മാരെ പോലെ ഓടി നടക്കുന്നു. ഇങ്ങനെ പോലീസുകാരും കള്ളന്മാരെ തിരിച്ചറിയാതെ കുഴങ്ങുകയാണ്. തമിഴ്നാട്ടിലെ കള്ളന്മാരെ തിരിച്ചറിയാൻ പ്രയാസമില്ല. കേരളക്കാരനെ കള്ളനാണെന്ന് തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. വരുന്നവരൊക്കെ വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിക്കും. പലർക്കും താടിയും തലപ്പാവും ഉണ്ടായിരിക്കും. ഖുർആനോദാനും അറിയുന്നവരാണ് ഇത്തരക്കാർ. ഇവരെ എങ്ങനെ സംശയിക്കും? സാമൂഹ്യദ്രോഹത്തിന്റെയും തിന്മകളുടെയും മനുഷ്യരാഹിത്യത്തിന്റെയും വളർത്തുകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഏർവാടി എന്ന സത്യം മറച്ചുവെക്കുവാൻ ആർക്കും സാധ്യമല്ല. കണ്ണും കാതും കരളുമുള്ള പച്ച മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമാറ് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ വ്യക്തം. ചികിത്സയുടെയും ആത്മീയ സൗഖ്യത്തിന്റെയും പേരിൽ നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന കാഴ്ച ഇവിടെ കാണാം. കാലിൽ ഇരുമ്പ് വളയവും ചങ്ങലയും അണിയിക്കപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന ഒട്ടനവധി പേർ. ഇവരിൽ 99% കേരളത്തിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരോ മാറ്റി നിർത്തപ്പെട്ടവരോ ആണ്. മനോരോഗ ചികിത്സയുടെ പേരിൽ നടമാടുന്ന ലൈംഗിക വൈകൃതങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഏറെയാണ്. എന്നാൽ ഇത്തരം കിരാതവൃത്തികളും തിന്മകളും മറച്ചുപിടിക്കുവാൻ തൽപരകക്ഷികൾ പരിശ്രമിക്കുന്നു. ഏർവാടിയിലെ അലസവും ഉത്തരവാദിത്വമില്ലാത്തതുമായ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനായി ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കിയവരിൽ ചിലരെ പിടിച്ചു നിർത്തി അവരെക്കൊണ്ട് വ്യാജ കഥകളും കള്ളസാക്ഷ്യങ്ങളും പറയിച്ച് അത് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ പകർത്തി വിശ്വാസികളെ വഴിതെറ്റിക്കുകയാണ് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത്. ആലപ്പുഴ സ്വദേശി അബ്ദുൾ റഹീം തന്റെ അനുഭവം വിവരിക്കുന്നു. എന്റെ സ്ഥലം പുന്നപ്പുറം, ആലപ്പുഴ ജില്ലയ്ക്ക് തൊട്ട് പ്രദേശം. എന്റെ പേര് അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം. ഇവിടെ വന്നിട്ട് 7 വർഷമായി. 7 വർഷത്തിലും ആയെങ്കിലും ഞാൻ നേരെ വീട്ടിൽ പോകും, ഇവിടെ നിൽക്കും. കുടുംബസമേതമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള കാര്യം എൻ്റെ ഭാര്യയ്ക്ക് ഒരു മാനസികമായിട്ടൊരു അസുഖം ഉണ്ടായി. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ഒരു 6 മാസത്തോളം കിടന്നിട്ട് യാതൊരു കുറവുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു മെയിൻ ഡോക്ടറാണ്. മെയിൻ ഡോക്ടർ എന്ന് പറയുമ്പോൾ ജെയിംസ് ഡോക്ടർ എന്ന് പറയും. ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ്. 6 മാസം നോക്കിയിട്ട് സ്കാൻ ചെയ്യുകയും പിന്നെ തല സ്കാൻ ചെയ്യുകയും ഷോക്ക് അടിക്കുകയും മറ്റുള്ള രീതികളെല്ലാം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് പണങ്ങൾ ഇങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞിട്ട് യാതൊരു കുറവില്ല. അത് കഴിഞ്ഞ് അടുത്തൊരു ഡോക്ടറാണ് മൂർത്തി എന്ന് പറയും, ആലപ്പുഴയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിനെയും കാണിച്ചിട്ടും യാതൊരു കുറവില്ല. അപ്പോൾ ഇങ്ങനെ ഏറുവാടി എന്നിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭീമാവള്ളി എനിക്ക് നല്ല പരിചയമുണ്ട്. നമ്മുടെ അടുത്തായിട്ട് വരും, ഞങ്ങൾ ഭീമാവള്ളിയൊക്കെ പരിചയമുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞാൻ പോയില്ല. അപ്പോൾ ഏറുവാടി എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഈ പേര് എന്തോ ആയിട്ടൊന്നും പറഞ്ഞ് ഏതായാലും ഇവിടെ വന്നെങ്കിലും ഏറുവാടി വന്നപ്പോൾ പരസ്പരം അനുഗ്രഹിച്ചപ്പോൾ വളരെയേറെ കുറവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഈ 3 മക്കളും എല്ലാം ഫ്രീ ആയി. എൻ്റെ പെണ്ണുമ്പിള്ള ഭയങ്കരമായി ചങ്ങല കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് കുടിക്കാനും എടുക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് തരാനില്ലായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു സുൽത്താൻ എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട ഈ കമ്മിറ്റിയുടെ ഒരു അധികാരികളുമായ ബഹുമാനപ്പെട്ട ജഹാംഗീർ സുൽത്താനാണ് എനിക്ക് റൂം തരികയും എനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് ഭക്ഷണങ്ങൾ തരികയും ചെയ്തിരുന്ന എൻ്റെ ഒരു സഹകരണത്തിൻ്റെ പേരിൽ എനിക്ക് തന്നെ സഹായിക്കുകയും വളരെയേറെ സഹായ സഹകരണങ്ങൾ എനിക്ക് ചെയ്യും. പിന്നെ എൻ്റെ ഭാര്യയെ കൊണ്ട് കുളിപ്പിക്കുകയാണ്. ഇവിടുത്തെ മരുന്നൊന്നും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടുന്ന് ബ്രാഹ്മണ ഷാപ്പായും തരുന്ന ഒരു മരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ട് ദർഗയുടെ ഇവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ കൊണ്ട് കുളിപ്പിക്കും. രാവിലെ കൊണ്ട് കുളിപ്പിക്കും, വൈകിട്ട് വരും. പിന്നെ ഇവിടുന്ന് വെച്ച് നേർച്ച വെളിച്ചെണ്ണ മേടിക്കും. പിന്നെ യാസീനും ഫാത്തിഹ ഓതും. പിന്നെ എല്ലാ ദർഗകളിലും നടന്ന് അള്ളാഹു റസൂലും കഴിഞ്ഞ് അവിടേക്ക് ദ്വാരക്കും. എന്തായാലും എന്നെപ്പോലെ ഒരുപാട് പേർക്ക് അങ്ങനെ രോഗങ്ങൾ ഉണ്ട്. ഇവർ പുറത്തിറക്കിയ ഒരു CD-യിൽ ഏർവാടിയുടെ മഹത്വത്തിന് നൽകപ്പെടുന്ന ദൃക്സാക്ഷി വിവരണമാണ് നാം കണ്ടത്. കേരളത്തിലെ പ്രമുഖ ഖബർ പൂജാ കേന്ദ്രമായ ഭീമാപള്ളിയുടെ സമീപ ജില്ലക്കാരനായിരുന്നിട്ടും ഈ വ്യക്തിക്ക് താൽപര്യവും വിശ്വാസവും ഉണ്ടായത് ഏർവാടിയിലാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത തന്റെ ഭാര്യയുടെ മാനസിക രോഗത്തിന് ഏർവാടിയിൽ ശമനം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ എത്തിച്ചേർന്ന ഈ വ്യക്തിക്കും കുടുംബത്തിനും വർഷം 6 കഴിഞ്ഞിട്ടും തിരിച്ചുപോകാനായിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ അസുഖം പൂർണ്ണമായി ഭേദമായി എന്ന് പറയുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ലെന്ന് മാത്രവുമല്ല, സ്വന്തം ജീവിതം ഏർവാടിയുടെ പരിസരത്ത് തളച്ചിട്ടതിന് സാധൂകരണം കണ്ടെത്തുവാനും സാധിക്കുന്നില്ല. ഉത്തരവാദിത്വമുള്ള ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുവാൻ ഏർവാടിയിൽ ശരണം പ്രാപിക്കുകയാണ് പലരും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഇത്തരം വ്യക്തികളുടെ വെളിപ്പെടുത്തലുകൾ സഹായിക്കുന്നു.
ഏർവാടി എല്ലാ രോഗങ്ങൾക്കും ശമനവും സൗഖ്യവും നൽകുന്ന സ്ഥലമാണെന്ന് തൽപരകക്ഷികൾ പ്രചരിപ്പിക്കുമ്പോൾ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഏർവാടി പരിസരത്ത് അടിഞ്ഞുകൂടിയവരിൽ ആർക്കും ഭൗതികാതീതമായ രീതിയിലുള്ള സൗഖ്യം പ്രാപിച്ചതായി തെളിയിക്കുവാൻ സാധ്യമല്ല. അപസ്മാര രോഗത്തിന് ശമനമന്വേഷിച്ച് ഏർവാടിയിലെത്തിയ ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്രകാരമാണ്. നിങ്ങളുടെ പേര്, വീട്, സ്ഥലം ഒന്ന് വിശദീകരിക്കാമോ? പേര് യൂസ്ഫ് എന്നാണ്. നാട് കോഴിക്കോടിന്റെ അടുത്ത് എലത്തൂരാണ്. ഉപ്പാന്റെ പേര് മുഹമ്മദ്. തറവിക്കാന്റെ അകത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്റെ ഉമ്മയില്ല, ഉമ്മ മരിച്ച് വാപ്പ രണ്ടാമത് വിവാഹം കഴിച്ചാണ്. ഇളമയാണ്. പിന്നെ സ്വന്തം ജ്യേഷ്ഠന്മാരൊന്നുമില്ല. ഒരു പെങ്ങളുണ്ടായിരുന്നു. ഇതേ അസുഖം തന്നെ. അതൊരു മന്ത്രവാദി അടിച്ചു കൊന്നെന്ന് തന്നെ പറയണം. ആ നിലക്കുള്ള ചികിത്സക്കായിരുന്നു നമ്മുടെ നാട്ടിൽ നടക്കാറ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന അസുഖം എന്താണ്? ചികിത്സ നടത്തിയപ്പോ എന്നാണ് തുടങ്ങിയത് എന്ന് വിശദീകരിക്കാം. എനിക്ക് വളരെ ചെറുപ്പത്തിലുണ്ട്. അതായത് നമ്മളെ പാരമ്പര്യ സൂക്കേടെന്നാണ് നാട്ടിലെല്ലാവരും വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഉമ്മ മരിച്ചതും ഈ അപസ്മാരത്തിന്റെ അസുഖം തന്നെ. ഈ അപസ്മാരത്തിന്റെ സൂക്കേടാണ്. അതിനുവേണ്ടി അവര് പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പും ഉള്ള ആളും മുമ്പ് അങ്ങനെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ചികിത്സയുണ്ടായി. പക്ഷെ അതിന് യാതൊരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ സൂക്കേട് കാരണം കൊണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിൽ എന്നെ സ്ഥലങ്ങളിൽ നിന്നും നാട്ടിൽ തന്നെ ഒരു പല സ്ഥലങ്ങളിൽ അവിടെ ഇവിടെയെല്ലാം ഡോക്ടർമാരെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് കൈമെടുത്ത് അങ്ങനെ ഇരിക്കുന്ന അന്തരീക്ഷത്തിലാണ് ഞാൻ നാട് വിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചത്. കാരണം വേറെ ആരും സഹായങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ കുടുംബക്കാർ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ കാര്യമായിട്ട് തന്നെ കരയാറില്ല, അങ്ങനെ നോക്കാറുമില്ല. ഒരു രോഗി എന്നുള്ള നിലയിൽ പലരും അവന് ഭ്രാന്ത, അവന് ശരിയില്ല, അവൻ മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ അപസ്മാര രോഗിയാണ്, അവനോട് പറഞ്ഞാൽ ശരിയാവില്ല എന്നെല്ലാം പറഞ്ഞ ആൾക്കാർ ഒരു മാറ്റി നിർത്തുന്ന ഒരു പൊതുവെ തന്നെ അവസ്ഥ നാട്ടിൽ എനിക്കുണ്ടായിരുന്നു. അതിന്റെ ശേഷം ഞാൻ നാട് വിട്ട് കൊടകിലേക്ക് പോവുകയും അവിടെ ഒരു എസ്റ്റേറ്റിൽ കാപ്പിത്തോട്ടത്തിൽ വൈകുന്നേരം വാച്ച്മാനായിട്ട് നിൽക്കും. കാപ്പിന്റെ മുളകിനൊക്കെ പാറവായിട്ട് ഇങ്ങനെ നിൽക്കലായിരുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ശമ്പളം കിട്ടും. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ സമീപത്തുള്ള പള്ളിയിൽ സാധാരണ നിസ്കരിക്കാൻ പോകുന്ന ഒരു പള്ളിയുണ്ട്. സാധാരണ മരുവിന് പോവാ പള്ളിയിൽ. നമസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി. അവിടെ പോവുകയും ചെയ്ത്. അപ്പോൾ അവിടെ പല ആൾക്കാരും കൂടി എന്താ അങ്ങനെയും ചോദിച്ച് അങ്ങനെ അവിടുന്ന് അന്ന് ആ പള്ളിയിലുണ്ടായിരുന്ന ഒരു ഉസ്താദ്, ഒരു അസ്മാവിന്റെ ജോലിക്ക് പണിക്കാരനാണ്. അയാൾ പറഞ്ഞു ഇയാൾ എന്തോ ഒരു മാനസിക രോഗിയാണ്, അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷം എന്റെ ബോധമൊക്കെ തെളിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരോട് കൂടിയിട്ട് പറഞ്ഞ് ഇയാൾക്ക് ഏർവാടിയിലേറ്റം കൊണ്ടുപോയാൽ ഇയാൾക്ക് ഗുണപ്പെടുള്ളൂ. അങ്ങനെ വാപ്പാക്ക് ഫോണാക്കി വാപ്പയും പറഞ്ഞ് ഏർവാടി കൊണ്ടുപോയിക്കോളും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടി 10,000-2,000 രൂപ പിരിവൊക്കെ ഉണ്ടാക്കി ഏർവാടിയിലേക്ക് അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ചെന്നതിന്റെ 2 തന്നെ കാലില് ചങ്ങലിടുകയും ചെയ്തു. ചങ്ങലിട്ടിട്ട് അവിടെ 10-12 പേരെ ഒന്നായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഏർവാടിയിൽ കണ്ടത്. അവിടെ ഒരു കൂടാരത്തിലാണ് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്. 2,000 രൂപ കമ്മിറ്റിയിൽ ഏൽപ്പിച്ച് അതിന് ശേഷം ഈ കമ്മിറ്റിക്കാർ വേറൊരു ആൾക്കാർക്ക് അലോട്ട് ചെയ്തിട്ടാണ് അവിടെ നടത്തിപ്പേരയില കൊടുക്കുന്നത്. നമ്മളെ മാസം നാട്ടിൽ നിന്ന് ഇങ്ങനെ പൈസ അയച്ചും കൊടുക്കും. അത് കൂടാതെ തന്നെ അവർ നമ്മളെ കാണിച്ച് പിരിവെടുക്കലും വിഷാടം നടത്തലും അതൊരു സാധാരണ പതിവുകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏർവാടിയിലുണ്ടായ ചികിത്സയും നിങ്ങൾക്കുണ്ടായ പീഡനങ്ങളും മറ്റുള്ള എല്ലാ അനുഭവങ്ങളും ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ചെന്നതിന്റെ 2 നമ്മളെ കാലില് ചങ്ങലിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ചങ്ങല ഇട്ടതിന് ശേഷം എന്ന് പറഞ്ഞാല് കാലിന്റെ ഈ ഒരു വിരലിന്റെ നഖം അവര് പറിച്ചെടുക്കുകയും അവിടെ ഒരു പച്ചമരുന്ന് വെച്ച് കെട്ടിയാൽ അതൊരു രോഗത്തിന് ചികിത്സയുടെ ഭാഗമാണെന്നാണ് അവര് പറഞ്ഞത്. കാലിന്റെ നഖം പറിച്ചെടുത്തിട്ട് ആ നഖം കൊണ്ടുപോയി കടലിൽ എറിയാനായിരുന്നു പറഞ്ഞിരുന്നത്. കൂടെ ആളില്ലാത്തതിന് പേരിൽ അവർ തന്നെ കൊണ്ടുപോയി കടലിൽ എറിഞ്ഞ് അപ്പോൾ രോഗം സിഫായി കിട്ടുമെന്നാണ് അവര് പറച്ചിലൊക്കെ ഉണ്ടായത്. പക്ഷെ ഈ ദർഗന്റെ മുമ്പിൽ 2 നേരം കൊണ്ടുപോയി ഇരുത്തുന്നത് നല്ല ചൂടുള്ള മണലായിരിക്കും. ഈ ചൂടുള്ള മണലിൽ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ നമുക്ക് മണ്ണ് ചൂടുണ്ടെന്ന് പറഞ്ഞാലും അവരത് കേൾക്കാറ് പതിവില്ല. ഈ 2 കാലും നമ്മളെ ആ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് മുതൽ 2 കാലും ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കാലിലും ചങ്ങല ബന്ധിപ്പിക്കും. ചങ്ങല ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ 12 ആൾക്കാർ ഒന്നായിട്ടാണ് ചങ്ങല ബന്ധിപ്പിക്കുന്നത്. അത് ഒരു ബാക്കിൽ ഒരു കുളത്തുണ്ട്. അവരങ്ങനെ കൊണ്ടുപോയി പിടിച്ച് അവിടെ ദർഗന്റെ മുന്നിൽ കൊണ്ട് ഇരുത്തിയിട്ട് നമ്മളെ സാധാരണ ഒരു ചങ്ങല കേസാണ് മറ്റേതുള്ള കേസാന്ന് പറഞ്ഞ് പിരിവെടുക്കും. പിരിവെടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വരുന്ന പൈസ പോലും നമുക്ക് അവർ ഭക്ഷണം കാര്യങ്ങൾ തരിക പിടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ കാണാറില്ല. അടി സ്ഥിരം പതിവാണ്. പക്ഷെ അടിക്കുന്നതിന് യാതൊരു ഇതുമില്ല, വൈകിട്ട് 5 മണിക്കാണ് നമ്മൾ 6 മണിക്ക് നമ്മളെ കൂടാരത്തിന്റെ ഉള്ളിൽ കൊണ്ടിടും. അത് രാവിലെ 6 മണിക്കേ തുറക്കുള്ളൂ. സുബൈ വാങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ തുറക്കത്തില്ല. അവിടെ തന്നെയാണ് ആൾക്കാർ ഈ പ്രാന്തന്മാരുടെ കൂട്ടത്തിലാണ് തൂറിലും മൂത്രയിക്കലും കക്കൂസ് പോലും അവിടെ തന്നെ ആൾക്കാരിങ്ങനെ കിടന്ന് ഇതാകുന്ന സ്ഥലത്താണ് നമ്മളെ കൊണ്ടിടുന്നത്. അതിനുള്ളിൽ കിടക്കാൻ പോലും കഴിയില്ല. ആ നിലക്കുള്ള അടികളും
കത്തുകളൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂത്രവും തൊള്ളയിലേക്ക് ഒഴിച്ചു ചേർന്ന സ്വഭാവങ്ങൾ പല ആൾക്കാരും. അവിടുത്തെ ഈ ചില മെയിൻ പീഡനം എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളെ ഉപയോഗിക്കപ്പെടുന്ന രീതിയിലാണ് പുരുഷന്മാരെ അവർ ഉപയോഗിക്കപ്പെടുത്തുന്നത്. അവിടെ നിങ്ങളുടെ കൂടെ തടവിലാക്കപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരുന്നു? കൂടെ തടവിലാക്കിയെന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. 18-19 വയസ്സുള്ള പെൺകുട്ടികളെ സെഹർ ചെയ്താണെന്നോ അല്ലെങ്കിൽ വേറെ വിവാഹം കഴിച്ചിട്ട് എന്തെങ്കിലും കണ്ടുപേടിച്ചു പോയി എന്നും പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇതാണ്. ഈ ആണുങ്ങളുടെ ഇങ്ങേ ഭാഗത്തും പെണ്ണുങ്ങളുടെ ആ സൈഡിലും. നമ്മളെ ഈ ഭ്രാന്തന്മാരുടെ ഭ്രാന്തോ കാര്യങ്ങളോ ഒരിക്കലും ഉണ്ടായില്ല. ചില വീടുകളിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളായിരിക്കും, ചില കുടുംബത്തിൽ എന്തെങ്കിലും സ്വത്തിന്റെ മുതലിന്റെ പ്രശ്നങ്ങൾ വരുന്ന കാരണം കൊണ്ട് അവരെങ്ങനെ ഏർവാടിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തറകളിൽ കൊണ്ടുപോയിടുന്ന ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലാണ് ഞാൻ അവിടെ കാണുന്നത്. കാരണം വെച്ചാൽ അവിടെ ചികിത്സയോ അവിടെ കാര്യങ്ങളൊന്നുമില്ല. വരുന്നവർക്ക് വലിയ ഭ്രാന്തൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വാക്കിലോ സംസാരത്തിലോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് മാനസിക രോഗിയാണെന്നോ അല്ലെങ്കിൽ അപസ്മാര രോഗിയാണെന്നോ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയിടുന്നത്. അല്ലാതെ എന്റെ കൂടെ തന്നെ കിടന്ന് ഈ 10-12 ആൾക്കാർ ചങ്ങലയിൽ ഉണ്ടാവുള്ളവരിൽ മുഴി ഭ്രാന്തന്മാരെ പറയാൻ പറ്റില്ല. കാരണം 2-3 ആൾക്കാരുണ്ടാവും, ബാക്കിയെല്ലാം ഭ്രാന്തയൊന്നുമില്ല. വരെ സ്വത്തിന്റെ പ്രശ്നങ്ങൾ. ഇതുപോലെ തന്നെ മുമ്പ് ഒരു വെള്ളാച്ചിയില് ഒരു 5 പേരെ കൊന്ന ഒരാള് അവിടെ കൊണ്ടിട്ടുണ്ടായി. അവനിക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ മാനസിക രോഗിന്റെ കൂടെ തന്നെ കൊണ്ടിട്ടിരുന്നത്. ഹുസൈൻ എന്ന അവന്റെ പേര്. അവർക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അവിടെ ഈ കുടുംബത്തിന്റെ വാതിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം വെച്ചാൽ എന്റെ കുടുംബത്തിലും അങ്ങനെ തന്നെയാണ്. എന്റെ വാപ്പാക്ക് മാനുവേലൊക്കെ സ്വത്തുമൂലൊക്കെ ഉണ്ട്. ഇവര് എന്നോട് കാണിച്ച അതുപോലെ തന്നെയാണല്ലോ മറ്റുള്ളവരോടും കാണിക്കുന്നുള്ളതാണ് എനിക്ക്. അതായത് ഒരു രോഗിയായി കഴിഞ്ഞാൽ അവരെ ശുശ്രൂഷിക്കാൻ പറ്റിയ ആൾക്കാർ ഇല്ലാത്തതിന്റെ പേരിൽ അവരെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലാണ് അവിടെ ഞാൻ പല പ്രാവശ്യം കണ്ടുകൊണ്ടിരുന്നത്. അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈയിടെ ഞാനവിടെ കിടക്കുമ്പോൾ തന്നെ ചാവക്കാട് ഒരു അനീഫ എന്ന് പറഞ്ഞ ഒരാള് അവിടെ ചെറിയൊരു പനിയാണ് അയാളെ വീട്ടിൽ അയാൾക്ക് അനുഭവപ്പെട്ടെന്നാണ് അയാളെ പെണ്ണുങ്ങളും മറ്റുള്ളവർ അവിടെ നിന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അനുഭവം എന്താന്ന് പറഞ്ഞാൽ ഏതൊരു മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു ഇയാൾക്ക് ആരോ സെഹർ ചെയ്താണ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നത്. പക്ഷെ ആ പാവ അവിടെ കിടന്ന് കോളർ പിടിപെട്ടാണ് അവിടെ മരിച്ചത്. അതിനും പറഞ്ഞ എന്താണ്, അവിടുത്തെ ബാദിഷയുടെ കഴിവുകൊണ്ടാണ് മൂപ്പര് ആ സ്ഥലത്ത് കിടന്ന് മരിക്കാൻ അതിനൊരു പ്രത്യേക ഒരു പുണ്യം വേണമെന്നൊക്കെയാണ് അവിടുത്തെ ജനങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ അവിടുത്തെ എന്റെ അനുഭവത്തിൽ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ അവിടെ കൊടും പീഡനങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു പേര് പറഞ്ഞ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദർഗ മൂടാനാണ് ജാറ മൂടാനാണെന്ന് പറഞ്ഞ് പല തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പല പൈസകൾ ആൾക്കാരോട് വാങ്ങി പോക്കറ്റിടുന്നതല്ലാതെ അവർക്ക് പൈസ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം അവരെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. അങ്ങനെ അല്ലാതെ അവിടെ യാതൊരു ചികിത്സയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം കണ്ടില്ല. കാരണം വെച്ചാൽ ഇപ്പൊ തലവേനക്കുള്ള ഗുളികയാണ്. നമുക്കൊരു ജലദോഷ തലവേദന വന്നു കഴിഞ്ഞാൽ തലവേനക്കുള്ള ഗുളികയിലാണ് അവർ വേറെന്തോ പൊടി ചേർത്തിട്ട് നമുക്ക് തരുന്നത്. അത് നമുക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ അറിയാം. തലവേന്റെ ഗുളിക കഴിച്ച് പരിചയമുള്ള ആ ഗുളികനെ പറ്റി അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സുഖേട് കാര്യങ്ങളൊക്കെയാണ്. എന്റെ കൂടെ തന്നെ പല ആൾക്കാരും ആ സെല്ലിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഭ്രാന്തൊന്നുമില്ല മോനെ, ഞാനിവിടെ വെറുതെ കൊണ്ടിട്ടിരിക്കുക, എന്റെ കുടുംബക്കാർ എന്നെ ഒരു കണക്കിന് അവിടെ പുറകെ കിടക്കുന്നതിനാണ് മെച്ചം ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ അടിയെല്ലാം കിട്ടുമല്ലോ നാട്ടിൽ. അത് അതിനെക്കാട്ട് അപ്പുറം നാട്ടിൽ നമ്മളെ മുറ്റ ഭ്രാന്തന്മാരാക്കി തള്ളുന്ന ആൾക്കാരും അങ്ങനെ ഇവിടെ കിടക്കുന്ന വളരെ കഷ്ടമാണ്. നല്ല പല ആൾക്കാരും പറയാറുണ്ട്. ഇപ്പൊ സ്വത്തും മൂലവും കുടുംബത്തില് സ്വത്തും മൂലമുള്ള ആൾക്കാർ തന്നെ മെയിനായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ തന്നെ ഉള്ള വരുന്നത്. 10-18 വയസ്സ് 20 വയസ്സുള്ള പെൺകുട്ടികളെ വിവാഹം കഴിഞ്ഞ് പിറ്റേന്നോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും ജിന്നു കൂടിയതാണ് സെയർ ചെയ്താന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ വേറെ സംഗതിക്കാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം അവരെ മാതാപിതാക്കളൊക്കെ അവരെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കും. അവര് പിന്നെ കാണുന്നത് വേറെ സ്ഥലങ്ങളിൽ. അവസാനം അവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പറയും അവിടെ മരിച്ച പെണ്ണുങ്ങൾ ചെയ്തായി. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ദിവസം കാണുന്നുണ്ട് അവിടെ ഒരുപാട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കാറിലും ജീപ്പിലെല്ലാം കയറ്റി കൊണ്ടുപോകുന്ന കാണാം. അത് വലിയ വലിയ താടി വെച്ച മൊയിലാമക്കന്മാരൊക്കെയാണ് വരുന്നത്. പറഞ്ഞു വെച്ചാൽ മന്ത്രവാദി സീൽസൊക്കെ വേണ്ടി കൊണ്ടുപോകാന്നാ പറയുന്നത്. ഈ സീൽസൊക്കെ വേണ്ടി കൊണ്ടുപോകുന്ന ഏത് സമയത്താ? ആണുങ്ങൾ ആരെയും അങ്ങനെ കൊണ്ടുപോകാറ് പതിവില്ല. പെണ്ണുങ്ങൾ മാത്രം കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ വന്നിട്ട് അവരിങ്ങനെ കൊണ്ടുപോകുന്നതാണ്. അല്ലാതെ നമുക്ക് അവിടെ ചികിത്സയും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടുമില്ല, കണ്ടിട്ട്. കാരണം വെച്ചാൽ 1.5 കൊല്ലം അവിടെ കിടന്ന് ആരെങ്കിലും തിരിഞ്ഞു വെക്കാനോ പിടിക്കാനോ എന്റെ കുടുംബത്തിന് പോലും ആരും തന്നെ വന്നിട്ടില്ല. കാരണം വല്ലപ്പോഴും ആരെങ്കിലും വന്നാലേ അവരെ അങ്ങോട്ട് കയറ്റി വിടുകയില്ല. പിന്നെ അതിന്റെ ഉള്ളിൽ കയറ്റണമെങ്കിൽ ഒരാൾക്ക് ഡൊണേഷനായിട്ട് 500 റുപ്യ കമ്മിറ്റിക്ക് പോകാൻ 2000 റുപ്യാണ് അവർ ചോദിക്കുന്നത്. 500 റുപ്യെങ്കിലും കൊടുക്കാതെ ഡൊണേഷൻകാരെ അതിനുള്ളിൽ കയറ്റി വിടുന്നില്ല. അങ്ങനെ പല പ്രാവശ്യങ്ങളും അത് അവരെ കൂടെ പോകാൻ നമ്മൾ ആഗ്രഹിച്ചാൽ അവർ നമ്മളെ അടിക്കുകയും ഒരുപാട് പീഡനങ്ങളൊക്കെ നമ്മളെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പല പ്രാവശ്യങ്ങളായിട്ട്. പല ആൾക്കാരും കൂടെ കിടക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി പള്ളിയിൽ കൊണ്ടുവരുത്തുമ്പോൾ എങ്ങനെയെങ്കിലും ചാടിപ്പോയിക്കളാൻ. ചാടി പോരാൻ സാധിക്കില്ല. കാരണം 10-12 പേര് ഒന്നായിട്ടാണ് കാലിൽ ചങ്ങലിടുന്നത്. വെള്ളിയാഴ്ച പോലും നമ്മൾ 2 ആളെ കാലിൽ കൂടെ ജോയിന്റ് ആക്കിയിട്ടാണ് ചങ്ങല കാലിൽ വെക്കുന്നത്. പിന്നെ
അവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വാക്ക് പറയുകയാണെങ്കിൽ അവര് മേലും തല്ല് എവിടെയൊക്കെ തല്ലുന്ന വരൊന്നും ഭയമില്ല. ഇപ്പം തന്നെ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇനി കയറാത്ത ആസ്പത്രികളോ മറ്റുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ല. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയതാ, പലതായിട്ട് മൂക്കിനുള്ളിൽ രക്തവും ജലമൊക്കെ വരുന്നത് അവിടുത്തെ അടിയും കാരണങ്ങളൊക്കെയാണ്. മലമൂത്രമൊക്കെ ഒരു തിരിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. വെള്ളം ചോദിച്ചാൽ മൂത്രം കുടിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. ഏർവാടിയെ സംബന്ധിച്ചോളം അങ്ങനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരുപാട് അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് നേരം പറയാനുണ്ട്. കാരണം വെച്ചാൽ അത് പറഞ്ഞാൽ തീരൂല. സ്വപ്നദർശനത്തില് ബാധിച്ചു വന്ന് ചികിത്സിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാല് അവിടെ ഈ സ്വപ്ന എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയൊരു ഇതാണ്. കാരണം വെച്ചാൽ അതൊരു തട്ടിപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്വപ്നാടം എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആണും പെണ്ണും കലർന്നാണ് അവിടെ കിടക്കുന്നത്. പള്ളിയുടെ മുമ്പിൽ ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കലർന്ന് കിടപ്പുണ്ട്. അതിൽ ആരെങ്കിലും വന്ന് ഇപ്പോൾ ഒരു അവിചാരിതമായ പെണ്ണുങ്ങളെ ചെറുപ്പക്കാർ പെൺകുട്ടികളെ വേറെ ആരെങ്കിലും ബന്ധപ്പെടുമ്പോഴായിരിക്കും അവർ പറയുന്നത് അത് സ്വപ്നത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ സ്വപ്നത്തിൽ ഞാൻ ഇതുവരെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. കാരണം അവിടെ ഒരുപാട് വൃത്തികൾ നടക്കുമ്പോഴും അത് സ്ത്രീകൾ പറയുന്നത് അത് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനായി എന്നാണ് പറയുന്നത്. പക്ഷെ ഈ സ്ത്രീകൾ പലതും നേരം വെളുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയുന്നല്ലാതെ അതെന്താണ് അനുഭവം എന്നുള്ള ആർക്കും അറിയത്തില്ല. കാരണം അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആരും അവിടെ നടന്നാൽ തന്നെ പുറത്തു പറയത്തില്ല. ദർഗയിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്തു പറഞ്ഞാൽ കണ്ണു പൊട്ടിപ്പോകുന്നതാണ് കമ്മിറ്റിക്കാരെല്ലാം അവിടെ പറയാറ്. കാരണം പെണ്ണുങ്ങൾ അവിടെ ഈ മിക്കവാറും ദർഗന്റെ മുമ്പിൽ വന്ന് കിടക്കണമെന്നാണ് കമ്മിറ്റിക്കാർ ഓർഡർ. റൂം എടുത്തു കഴിഞ്ഞാൽ റൂമിൽ കിടക്കാൻ പാടില്ല. ദർഗന്റെ മുമ്പിൽ വന്ന് കിടന്നാൽ ഇബ്രാഹിം ബാദിഷാ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരും പല കാര്യങ്ങളും. അപ്പൊ നിങ്ങളുടെ സൂക്കേട് ഭേദമായി കിട്ടുന്നതാണ് അവർ ഈ കമ്മിറ്റിക്കാരുടെ ഓർഡർ. ആ കമ്മിറ്റിക്കാരുടെ ഓർഡർ പ്രകാരം റൂം എടുത്ത് എത്ര വലിയ വ്യക്തികളായാലും എല്ലാ പെൺകുട്ടികളും 10,000 പേര് കിടക്കാനും കഴിയാവുന്ന ഒരു സ്ഥലമാണ് അത്. 2-3 ലൈറ്റ്, കാരണം ലൈറ്റ് വെട്ടം രാത്രി ആകുമ്പോൾ ഈ വാച്ചകന്മാർ ഈ ലൈറ്റുകൾ 2-3 ലൈറ്റ് അടച്ചു കളയും. കാരണം എന്ന് പറഞ്ഞാൽ 2-3 ലൈറ്റ് പള്ളിയുടെ ഫ്രണ്ടിൽ എവിടെയും കിടക്കും. ബാക്കി ഈ ജനങ്ങൾ കിടക്കുന്നിടത്തിൽ ലൈറ്റ് ഇല്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് അവർക്ക് ഉറങ്ങണ്ടെന്നാണ്. പക്ഷെ അവിടെ നടക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി പ്രകാരം ആണ് എന്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. പിന്നെ അവിടെ രോഗികൾ എന്ന് പറഞ്ഞ് കെട്ടിയിരുന്നത് ഒന്നും രോഗികളല്ല. കാരണം അവര് നിത്യസമ്പന്നക്കാരാണ്. കാരണം അവര് രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു. അതാണ് അവിടെ പതിവ്. കാരണം വെച്ചാൽ അവര് 100-150 രൂപ ശമ്പളം കൊടുത്ത് ചങ്ങലമ്മ കിടക്കുന്ന അവരെ കഴിച്ച് ചങ്ങല 2 കാലിലും കൂട്ടിയിട്ട് അവിടെ മരത്തുകൊണ്ടിടും. ഉച്ചക്ക് നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഹോട്ടലിന് അവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, മിസ്കിൻ ഹോട്ടൽ. അവിടെ നിന്നാണ് ഈ ഇരിക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പെണ്ണുങ്ങളുണ്ട് അങ്ങനെ തന്നെ. പെണ്ണുങ്ങൾ മുഖം കെട്ടിക്കഴിഞ്ഞാൽ ഏത് പെണ്ണാന്ന് നമുക്കറിയില്ലല്ലോ. മുഖം കെട്ടുമ്പോൾ മണ്ണിൽ തുള്ളിച്ചാടലും പിടിക്കലും ആ വൈകുന്നേരം സ്ഥിരം പതിവാണ്. വേദന എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏർവാടി സന്ദർശിക്കാൻ വരുന്ന കൂട്ടത്തില് ഇവര് പല ആൾക്കാരും പെണ്ണുങ്ങൾ വേഷം കെട്ടി അവിടെ തുള്ളലും പിടിക്കലും കാണാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കും ഇത് അവിടെ ഔലിയാക്കന്മാരുടെ വർക്കത്ത് കൊണ്ടായിരിക്കും തുള്ളുന്നത് എന്നൊക്കെയാണ് ഞാനും മനസ്സുകൊണ്ട് കണക്കാക്കിയത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഞാൻ തന്നെ നേരിൽ കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ അവിടെ ചങ്ങല കിട്ടുന്ന ആൾക്കാരിൽ ഇവരെ നമ്മളെ കൂടെ കൊണ്ടിടുന്നില്ല. ഈ 10-12-500 ആൾക്കാർ കിടക്കുന്ന ഷെഡുകളിൽ ഈ പകല് ചങ്ങലയിൽ കിടക്കുന്ന ആൾക്കാരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ റൂമിന്റെ ഉള്ളിൽ കണ്ടില്ല. അപ്പോ ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ വെക്കുമ്പോൾ അവർ അവരൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടിടുന്ന അത് നോക്കിയിട്ട് നമ്മൾ നോക്കണ്ട, നമ്മൾ നോക്കി നമുക്ക് അടി കിട്ടും, നമ്മൾ ആ ഭാഗം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ കൂടെ കിടക്കുന്ന രോഗികളെ അല്ലെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ പറയും. അപ്പം ജീവൻ ചെയ്യില്ല. പിന്നെ അവിടെ ഈ സ്ത്രീകളെ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കിടക്കുന്ന സെല്ലിൽ 6 മണിക്ക് നമ്മളെ കൊണ്ട് കിടക്കും. നമ്മൾ 6 മണിക്ക് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെല്ലാണ് സ്ത്രീകൾ. അവര് ഈ ഭ്രാന്തണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവര് നഗ്നായിട്ടൊക്കെ നമ്മളെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ത്രീനെയും പുരുഷടുത്ത് കാണിക്കാൻ തന്നെ പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ ഏർവാടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു പേരുള്ള സ്ഥലം. അപ്പൊ പല സ്ഥലങ്ങളിൽ ഈ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് നഗ്നായിട്ടും കൂടി ആ നിലക്ക് വേണമെങ്കിൽ കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ഈ പെണ്ണുങ്ങളൊന്നും കാണാറ് പതിവില്ല. നല്ല നല്ല പെണ്ണുങ്ങളൊക്കെ ആരെങ്കിലും വന്ന് ലോഡ്ജിലൊക്കെ കാറിലൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ഒരു പതിവുണ്ട്. അതുകൂടാതെ ഈ ചെറുക്കന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ആൾക്കാർ എന്നുവെച്ചാൽ ഒരു 3-4 ചെറുപ്പക്കാരുണ്ടാവും, ഒരു 3-4 പെൺകുട്ടികളുണ്ടാവും. ഈ പെൺകുട്ടികളിൽ പെണ്ണ് തന്നെയാണെന്നും പറയാൻ കഴിയില്ല. പെണ്ണിന്റെ വേഷം കെട്ടിയ ആൾക്കാരും ആയിരിക്കും ചിലപ്പോൾ ഈ തുള്ളലും ചാടലും കാണുന്നത്. കാരണം ആ നിലക്കുള്ള ചുള്ളലൊക്കെ ചുള്ള. കാരണം അപ്പൊ അത് ഈ കാണികൾ വിചാരിക്കുന്നത് എന്താണ്, പഠിച്ചവനെ അല്ലാഹു തആല ഇവിടെ ഭയങ്കരമായ പൗരുഷായപ്പെട്ട സ്ഥലമാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രോഗവും ശിഫായി കിട്ടുന്ന 1000-10,000 വാരി കൊടുത്ത് ആ മുഖാമ മൂടൽ എന്ന് പറഞ്ഞ ജാറം മൂടൽ എന്ന് പറഞ്ഞൊരു പതിവുണ്ട് അവിടെ. ഈ ജാറം മൂടൽ എന്നൊരു പതിവ് എന്ന് പറഞ്ഞാൽ അവിടെ ജാറം രാവിലെ അതിനുള്ളിൽ കിടക്കണമെങ്കിൽ 2 രൂപ ടോക്കൺ എടുക്കണം. അതുകൂടാതെ ജാറം മൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-500 ആയിരങ്ങളൊക്കെ സ്ത്രീകളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സ്ത്രീകൾക്ക് എല്ലാ രോഗങ്ങളും ശിഫായി കിട്ടുമെന്ന് പറഞ്ഞിട്ട്
500 10-500 വാങ്ങിയിട്ട് ഈ തുണിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ തുണി മാത്രം ഈ ജാറത്തിന്റെ മുകളിലേക്ക് ഇടും. 500 അവരെ പോക്കറ്റിൽ, കമ്മിറ്റിക്കാരെ പോക്കറ്റിൽ ഇടും. അതൊക്കെ അവിടെ സാധാരണ നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കൊണ്ട് 2 വിധത്തിലാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. 2 വിധം എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ മുകളിൽ കൊണ്ട് ഈ ഇരുത്തൽ കാണുന്ന ഒരു പെണ്ണുങ്ങളെ കാണുമ്പോൾ പിരിവ് കൊടുക്കും. ഇത് കഴിഞ്ഞ് കൂടാതെ രാത്രി അവരെ ലോഡ്ജിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഡബിൾ പൈസയാണല്ലോ. അങ്ങനെ കമ്മിറ്റിക്ക് തന്നെ, ഈ കമ്മിറ്റി തന്നെ ഏർവാടിയിൽ കമ്മിറ്റിപ്പെട്ട ആൾക്കാരാണ് അവിടുത്തെ സിനിമാ തിയേറ്റർ. ബിസ്മില്ലാണ് അതിന്റെ പേര്. ഏർവാടി ദർഗന്റെ ഈ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ആ തിയേറ്റർ കാണാം. പിന്നെ മിക്കവാറും ഈ തിയേറ്ററിന്റെ ഫ്രണ്ടിലേക്ക് കിടന്ന ഒരു ലോഡ്ജ് ഉണ്ട്. ഈ ലോഡ്ജിലേക്കാണ് ഇവർ സ്ത്രീകളെ രാത്രി സപ്ലൈ ചെയ്യുന്നത്. അതെല്ലാം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ദർഗന്റെ അടുത്ത് പോയി നിക്കലും പിടിക്കുക, എന്നാലും അവർ പിടിച്ചുകൊണ്ട് ഈ ചാട്ട പറഞ്ഞുകൊണ്ട് തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അടി എന്ന് പറഞ്ഞാൽ സ്ഥിരം പതിവുകളെ ഏർവാടിയിൽ അടിക്കെന്ന് പറഞ്ഞാൽ ജിന്നിന്റെ അടിയാണ്. ആർക്ക് ഭ്രാന്തന്മാർ ആർക്ക് വേണം തല്ലാന്നുള്ള ഒരു നിയമങ്ങളൊക്കെ ആണ് നാട്ടില്. കാരണം തമിഴ്നാടാണല്ലോ. തമിഴ്നാട്ടിലെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ആർക്ക് എന്താവാ. കാരണം വെച്ചാൽ മലയാളിക്കൊന്നും അവിടെ ഒരു പവറൊന്നുമില്ല. ഒരു മലയാളിനെ തല്ലുന്ന കണ്ടാൽ മറ്റൊരു മലയാളക്കാരൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഈ ദർഗയിൽ നിന്ന് പൈസ കിട്ടി ജീവിക്കുന്ന മലയാളക്കാരാണ് കൂടുതലും. ഒരു 10-100 ആൾക്കാർ തലയിൽ ഒരു കെട്ടും ഒരു സാളും ഒരു റെസിപ്പി ആയിട്ട് ദർഗന്റെ 4 ഭാഗത്ത് നടക്കുന്ന ആൾക്കാർക്ക് പണി എന്താന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള പണി പെണ്ണുങ്ങളെ പല ലോഡ്ജിലേക്കും സപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന മലയാളക്കാരെ കയ്യിൽ നിന്ന് ശോഷണം ചെയ്ത് പൈസ വാങ്ങുക. അവിടെ വല്ല ശക്തികളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ഇളക്കര വാൽ നോക്കി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ അവരെ കയ്യിൽ നിന്നുള്ള പൈസ മാറ്റിയിട്ട് അവസാനം അവർക്ക് പോലും വണ്ടിക്കൂലില്ലാത്ത ഗതിയിൽ അവിടെ കിടന്ന് തിരിഞ്ഞ് ലാസ്റ്റ് ഇബ്രാഹിം ബാദുഷന്റെ വെളിപ്പാടുണ്ടായാലും മാത്രമേ അവിടെ നിന്ന് പോകാൻ സാധിക്കുള്ളൂ എന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ച് അവരെ കയ്യിലുള്ള വാച്ചടക്കം അവർ തട്ടിയെടുക്കുന്ന പല അവിടെയുള്ള കമ്മിറ്റിക്കാരടക്കം അതിൽപ്പെട്ട ആൾക്കാരാണെന്ന് ഞാൻ തന്നെ നേരിൽ കണ്ടിട്ടുണ്ട്. എന്റെ അനുഭവമുണ്ട്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന ബാച്ചും സാധനങ്ങൾ അവർ വാങ്ങിയെടുത്തിട്ട് പിന്നെ എനിക്ക് അത് തന്നിട്ടോ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളാവുമ്പോൾ അവരെ കയ്യിൽ നിന്ന് ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ അവർ വരുമ്പോണ്ടെങ്കിൽ അതൊക്കെ അവർ തട്ടിയെടുക്കും. അവർ പറയും മേത്തിടാൻ പാടില്ല, മേത്തുണ്ടെങ്കിൽ അവരെ രോഗങ്ങൾ സിഫായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇബ്രാഹിം ബാദുഷ വെളിപ്പാട് വരില്ല, അങ്ങനെ പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് തട്ടി വാങ്ങും. ലാസ്റ്റ് ഈ പെണ്ണുങ്ങളെ ഈ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ് പെണ്ണുങ്ങൾ ഗർഭിണിയോ ആയി കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ അവർ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് കൊന്നിട്ട് അല്ലെങ്കിൽ അവിടെ വെള്ളത്തിൽ കൊണ്ടിട്ടും പുഴയിൽ വീണ് മരിച്ചാണ്. അപ്പൊ അവിടെ സൈദായതെന്ന് പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു റുക്കിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അങ്ങനെ പയ്യന്നൂരോ കണ്ണൂരോ സൈഡിലോടുള്ള ഒരു പെണ്ണായിരുന്നു. പാവ പെണ്ണ് 10-21 വയസ്സ് പ്രായം. ഭർത്താവിന്റെ കൂടെയാണ് വന്നിരുന്നത്. ഭർത്താവാണ് രോഗി, ഭാര്യയ്ക്ക് രോഗമില്ല. അങ്ങനെ ഭർത്താവ് രോഗം ഉണ്ടായിട്ട് ഭർത്താവിന് രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഭാര്യനെ പിടിച്ചിട്ടാണ് ചങ്ങല കിട്ടുന്നത്. അത് അവനോട് ഏർവാടി ഉണ്ടായ അത് പല പ്രാവശ്യം പത്രക്കാരെ എഴുതാൻ ശ്രമിച്ചിട്ട് പോലും അവര് പത്രക്കാരെ അതിനുള്ളിലേക്ക് വിടുകയോ പിടിക്കുകയോ ചെയ്തിരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സ്ത്രീ എന്നെ പല പ്രാവശ്യവും കരഞ്ഞു വിളിച്ചു പറഞ്ഞു എനിക്ക് ഭ്രാന്തൊന്നുമില്ല, നിങ്ങൾ ഇവിടുന്ന് കെട്ടി ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോ ഭർത്താവിനാണ് അസുഖം. ഭർത്താവിനെ വേറെ റൂം കൊണ്ടിട്ട് അടിച്ചിരിക്കുക, ഭാര്യയ്ക്ക് സുഖമില്ല. ഭാര്യനെ ഇവർ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ അവസാനം വന്നപ്പോഴാണ് പോലീസും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് ആ ഭാര്യ അവിടെ പെണ്ണിനെ അവിടെ നിന്ന് കഴിച്ചില്ലായതും പത്രക്കാരൊക്കെ ഇടപെട്ടാണ് പുറത്തു പോയത്. അങ്ങനെ ഒരു 100 കൂടുതൽ സംഭവങ്ങൾ അവിടെ നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 1.5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് നമ്മളെ അനുഭവങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാൻ കിടക്കുക. കാരണം എന്ന് പറഞ്ഞാല് പറയുമ്പോ പലർക്കും വെറുപ്പുണ്ടാവും. കാരണം വെച്ചാല് അങ്ങനെയാണല്ലോ. നമ്മൾ നല്ലൊരു സുന്നി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരൊക്കെ എന്ന് പറഞ്ഞാല് പാരമ്പര്യമായിട്ട് എനിക്കും നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ചിന്താഗതിക്കാരൊന്നും ഉള്ള ആൾക്കാരല്ല. സുന്നത്തി ജമാഅത്തിൽ അടിച്ചുറച്ച് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരും എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ ഈ സുന്നി ജമാഅത്തിൽ തന്നെയാണ് നമ്മൾ കാണുന്നതിൽ ഈ അനാചാരങ്ങൾ കൂടുതലുണ്ടെന്നാണ് എനിക്ക് പരിപാടി പോയാലും മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എന്റെ വാപ്പ ഈ ഇവിടെ കോഴിക്കോട് ഒരു ഷേഖിന്റെ പള്ളി എന്നൊരു പള്ളിയുണ്ട്. അതിന്റെയൊക്കെ ആൾക്കാരൊക്കെയാണ് നമ്മളെ വാപ്പയും നമ്മളെ കുടുംബങ്ങളും അങ്ങനെ പല ആൾക്കാരുണ്ട്. നമ്മളെ അടുത്തുള്ള ഒത്തിരി പേര് ഷേഖിന്റെ പള്ളിയും കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന പോകുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവർക്കൊക്കെ ഈ നമ്മളെ നാട്ടിൽ തന്നെ ഏർവാടിന്റെ ഒരു ശാഖ ഉണ്ട്. ഏർവാടിന്റെ ശാഖ എന്ന് പറഞ്ഞാൽ ഏർവാടിന്റെ പേര് പറഞ്ഞ് ഉറൂസ് നടത്തുക, ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഉറൂസ് നടത്തുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ. അതിന് പറയുന്നത് സൂപ്പുക്കുനി അങ്ങനെ പല പേരുണ്ട്. ഏർവാടിന്റെ പേരും പറഞ്ഞാൽ നടത്തുന്നത് ഏർവാടിന്റെ ശാഖ എന്നാണ് പറയാൻ അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളെ എലത്തൂർ തന്നെ അത് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ ഏത് കുട്ടിക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ് ഏർവാടി. എലത്തൂർ അങ്ങനെ അഞ്ചോളം. നിങ്ങൾ എങ്ങനെയാണ് ഏർവാടിയിൽ നിന്ന് രക്ഷപ്പെട്ടത്? പിന്നീട് ഏർവാടിയിൽ എന്ന് പറഞ്ഞാല് വർഷത്തിലൊരു ഉറൂസ് നടക്കാറുണ്ട്. അവിടെ ഒരു ഉറൂസ് 1999 ഒക്ടോബർ മാസം 16 തീയതിയാണ് എന്നെ ഏർവാടിയിൽ കൊണ്ടുപോയി ദർഗയിൽ കൊണ്ടിട്ടത്. 2001 മാർച്ച് 2 തീയതി അവിടുന്ന് ഉറൂസ് തുടക്കമായിരുന്നു. ഉറൂസ് തുടങ്ങുന്ന സമയത്ത് കാലുമെന്ന് ചങ്ങല കഴിച്ച് കാലത്തിനിട്ട് പൂട്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി ഇരുത്തിയപ്പോ 1-2 വ്യക്തികൾ അവിടുത്തെ ആ നാട്ടിലെ 1-2 വ്യക്തികൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് വല്ല കഴിച്ചിലായിക്കോളി, നിങ്ങളെ കഴിച്ചിലായിക്കോളി, നിങ്ങളെ നാട്ടിൽ നമ്മൾ എത്തിച്ചേരാം എന്നെല്ലാം പറഞ്ഞപ്പോ അതെല്ലാം പറഞ്ഞ് ആ നിലക്ക് ഞാൻ ആ രാത്രി 9 മണിക്കാണ്
നെറിയയിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് അവിടെ വന്നപ്പോ ആ നാട്ടിലെ ഏതാണ് നല്ല സുഹൃത്തുക്കള് രാമനാട് എത്തിച്ച് രാമനാട് നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ നാട്ടിലേക്ക് കയറ്റിവിട്ടത്. അങ്ങനെയാണ് ഞാൻ ഏർവാടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയത്. പക്ഷെ നാട്ടിലെത്തിയപ്പോഴും നാട്ടിലും എനിക്ക് പീഡനം എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഏർവാടിയിൽ 1.5 കൊല്ലം കിടന്ന ചങ്ങലയിൽ കിടന്നുള്ള പീഡനവും വിഷമങ്ങളും സഹിച്ചിട്ടാണ് അവിടുന്ന് പലരെയും സഹായത്തിൽ നിന്ന് പറയണം. പലരെയും സഹായത്തിൽ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലും ഇതിനോട് എതിർക്കപ്പെടുന്ന ചില ആൾക്കാരുടെ സഹായത്തിലാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയത്. നാട്ടില് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പാലക്കാട് നിന്ന് വേറെ ട്രെയിൻ കയറ്റി വിട്ടു. കാലിൽ ചങ്ങല കണ്ടപ്പോൾ പല പോലീസുകാരും സംശയിക്കപ്പെട്ടു. അവസാനം കാലിൽ ചങ്ങലോട് കൂടി നാട്ടിലെത്തിയപ്പോൾ ഉണ്ടായിരുന്ന എനിക്കുള്ള അനുഭവം എന്താന്ന് പറഞ്ഞാൽ, നാട്ടിൽ ചെന്ന് ഇറങ്ങിയോടുകൂടി തന്നെ എന്റെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ അവർ കയറിയില്ല. ഏർവാടിയിൽ നിന്ന് അങ്ങനെ പോരാൻ പാടില്ല, ചാടി പോരാൻ പാടില്ല, ഈ ചങ്ങല കഴിച്ച് കടലിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ വീട് തീപിടിക്കും എന്നൊക്കെ ആയിരുന്നു വീട്ടിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ. നാട്ടില് അവിടെ പല ആൾക്കാരും ഞാനിങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഏതാണ് യൂസ് മമ്മേന്റെ പോകാൻ നാട്ടിലെത്തിയെന്നില്ല പല ആൾക്കാരും ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ പ്രകാരം അവര് നാട്ടുകാർ പല ആൾക്കാരും പുരയിൽ വന്നപ്പോ ആദ്യം എന്നെ പുരേന്ന് വാപ്പയും കാണാനും പുരയാളാമെന്നും കാണാൻ വിട്ടില്ല. അങ്ങനെ രണ്ടാമത് പിന്നെ നാട്ടുകാരെല്ലാം 1-2 ആൾക്കാർ അവിടുത്തെ കാര്യമായ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം യൂസ്ഫിനെ ഒന്ന് കാണണം, യൂസ്ഫിന്റെ അനുഭവങ്ങൾ അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു അഭിമുഖം വേണമെന്ന് പറഞ്ഞിട്ട് പത്രക്കാരെല്ലാം വന്ന് വളഞ്ഞു കൂടിയപ്പം അങ്ങനെ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞിങ്ങനെ എന്റെ വിശേഷങ്ങളൊക്കെ ഏർവാടിയിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നിങ്ങളെ കാര്യങ്ങളെല്ലാം പത്രക്കാരോട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായി. അതിന്റെ ശേഷം പിന്നെ ഉണ്ടായിരുന്ന പീഡനം എന്ന് പറഞ്ഞാൽ പത്രക്കാരോട് പറഞ്ഞ് 2001 മാർച്ച് 5 പത്രം വരുന്നത്. പത്രത്തിൽ റിപ്പോർട്ട് വന്നതോടുകൂടി നാട്ടിലുണ്ടായിരുന്ന പീഡനങ്ങൾ വേറെ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഏർവാടിനെക്കാട്ടിയും വലിയ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ കുതിരോട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭ്രാന്താന്നും പറഞ്ഞ് 3-4 ദിവസം അടിച്ചിട്ടു. പിന്നെ മറ്റൊരാളെ സഹായത്തിലാണ് അവിടെ നിന്ന് കഴിച്ചിലായിട്ട് നാട്ടിൽ തന്നെ ഉണ്ടായി. നാട്ടിൽ തന്നെ ഒരു 3-4 ദിവസം റൂമിന്റെ അകത്ത് ഭക്ഷണം തരാറ് കൂട്ടിയിട്ട് അവിലേക്കന്മാരെ അവളിച്ചു ദീനിനെ കളിയാക്കി അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടാണ്. സത്യത്തില് ആ പത്രങ്ങൾ വായിക്കുന്നവനിക്ക് ദീനിനെ കളിയാക്കിയോ അവിലേക്കന്മാരെ അവളിച്ചു എന്നുള്ള യാതൊരു പത്രത്തിൽ ഞാൻ എഴുതിയില്ല. കാരണം എനിക്ക് ഉണ്ടായിരുന്ന എന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അത്ര ഗഹനമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ആ വേദന കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും വരാണെങ്കിൽ എനിക്ക് ഇന്നും എണീച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം ഞാനിനി പോവാത്ത സ്ഥലങ്ങളിലോ സ്ഥലങ്ങളിലോ ഹോസ്പിറ്റലിലെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ അങ്ങേറ്റം വരെ പീഡനങ്ങൾ ഈ നാട്ടിൽ നിന്ന് വന്നതിന്റെ ശേഷം ഏർവാടിയിൽ കിടന്നുള്ള പീഡനത്തെക്കാട്ടും കൂടുതലാണ് നാട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ 10-12 ആൾക്കാർ കൂടി എന്നെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് അങ്ങനെ ഒരു പള്ളിയായിരുന്നു, സുന്നിപ്പള്ളിയാണ്. ആ സുന്നിപ്പള്ളിന് മുമ്പിൽ വെച്ചിട്ട് മാധ്യമത്തിൽ റിപ്പോർട്ട് കണ്ടിട്ട് അവലിയാക്കന്മാരെ കളിയാക്കുന്ന പറഞ്ഞ് 12 ആൾക്കാർ കൂടിയിട്ട് ബാത്റൂമിലിട്ട് അടിച്ചിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ അടി കിട്ടിയാൽ ആരും പറയില്ല അത് അടി കിട്ടിയെന്ന്. കാരണം അടി കിട്ടിയില്ല എന്നല്ലേ പറയുള്ളൂ. വീണാ പറയാരെന്താ പറയാ, അതവിടെ അത് ഞാൻ കാലേറ്റു അല്ലെങ്കിൽ ആരുതായി അങ്ങനെയല്ലേ പറയുള്ളൂ. അതുപോലെയാണ് എന്റെ അനുഭവം ഉണ്ടായത്. 10-12 ആൾ ഞാൻ അവിടെ മൂത്രമൊഴിക്കാൻ പോയതെന്ന് വെച്ചാല് 2001 മാർച്ച് 5 പത്രം വരുന്നത്. അതിന്റെ പിറ്റേന്ന് നമ്മളെ വലിയൊരുനാൾ വേണം. ഈ വലിയൊരുനാൾ കഴിഞ്ഞ് ഞാൻ വെറുതെ മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിക്കാലോ എന്ന് വെച്ചാൽ പല ആൾക്കാരും പറഞ്ഞപ്പോ പോയ കൂട്ടത്തിൽ ആരോക്കെ എന്നെ ഈ പത്രത്തിൽ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞപ്പോ എന്നെ മൂത്രമൊഴിക്കാൻ പോയ മേത്ത് എന്നോട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി 10-12 ആൾക്കാർ എന്തിനാണ് അവലിയാക്കന്മാരെ വിളിച്ച് ഏർവാടിനെ കളിയാക്കിന്ന് പറഞ്ഞ് 10-12 ആൾക്കാരുടെ റൂമിലിട്ട് തല്ലി ചതിച്ചു. അത് അന്ന് തന്നെ അവിടുന്ന് ആൾക്കാരെല്ലാം കൂടി പിന്നെ 2ാമത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല. പിന്നെ ഒരു ഗ്ലൂക്കോസ് 3 കുപ്പിയേറ്റവും ഗ്ലൂക്കോസിന്റെ കയറ്റിണ്ട്. ഇതെല്ലാം എന്ന് പറഞ്ഞാല് ഇവര് അടുത്തറിഞ്ഞ് വിശ്വസിക്കപ്പെടുന്ന അവലിയാക്കന്മാരുടെ പേര് പറഞ്ഞ് അവലിയാക്കന്മാരെ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയിട്ടാണ് ഈ എന്നോട് കാണിച്ചിരിക്കുന്നത്. ഭയങ്കരമായ കൂര ഇതാണ്. കാരണം വെച്ചാൽ എല്ലാവരും ആ നാട്ടിലെ ഒരുവിധ ആൾക്കാരിൽ മിക്കവാറും ആൾക്കാർ അതേ സൈസ്. പിന്നെ കുറഞ്ഞ പക്ഷെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവർക്ക് പുറത്ത് ഇതിനോട് നമ്മളോട് അനുകൂലിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അവർക്ക് ഒരു വിഷമം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മമ്മക്കാന്റെ മോൻ ഇങ്ങനെ ആയല്ലോ, നമുക്ക് എങ്ങനെ പറയാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ അതായത് ഇപ്പോ എന്താ പറയാ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനോ അവർക്ക് പറ്റൂല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അപ്പൊ അവരുടെ വില പോയി പോവും, അതിലെ വിഷമങ്ങള് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മളെ നാട്ടിലെ ആൾക്കാരില്ലേ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആൾക്കാരില്ല എന്ന് ചോദിക്കും. പക്ഷെ ശരിയാണ്, നമ്മളെ നാട്ടിലും ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും അവരുടെ കാര്യങ്ങൾ വിട്ടവർ കളിക്കില്ല. കാരണം ഇവനെന്താ അവനെ ഏർവാടി കൊണ്ടിട്ട് അവന് ഭ്രാന്തായിട്ട് ചാടിപ്പോന്നു എന്നാ ജനങ്ങൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാല് എന്താണ് അവിടുത്തെ അനുഭവം, എന്താണ് അവിടുത്തെ വിഷമങ്ങൾ എന്നുള്ള ഒരു മനുഷ്യനും ഇന്ന് വരെ അതിനെ പറ്റി ചോദിച്ചിട്ടൊന്നുമില്ല എന്ന് തന്നെ പറയണം. കാരണം വെച്ചാൽ എന്റെ കുടുംബത്തില് പല ആൾക്കാർ പോലും എന്നോട് അതിനെ പറ്റി പറഞ്ഞു. ഏർവാടിയില് അവലിയാക്കന്മാരാണ്, അവരെ നിങ്ങൾ ക്രൂരമായി
ആക്രമിക്കുകയാണ്, നിങ്ങളാണ് അവരെ പീഡിപ്പിക്കുന്നത്, നിങ്ങൾക്കൊരു പീഡനം കിട്ടിയില്ല, അവലേക്കന്മാരെ പേര് പറഞ്ഞ് നിങ്ങൾ ഇതാക്കി നിങ്ങൾ പത്രക്കാർക്ക് കൂട്ടുകയാണെന്നൊക്കെയാണ് എന്നോട് അവിടെ എന്റെ അനുഭവങ്ങളൊക്കെ. നാട്ടുകാർ ആ നിലക്ക് അവിടെ നിന്ന് പല പ്രാവശ്യം ഗവൺമെന്റ് കെട്ടിയിടുകയും നമ്മളെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ കുട്ടികളെ കണ്ണിൽ മുള്ളിടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ വലുതായിട്ട് കണ്ണിൽ മുള്ളിടുന്ന അനുഭവം എനിക്കാണ് ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ ഏർവാടിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എന്റെ കുടുംബത്തിലെല്ലാവരും കൂടി എന്നെ പിടിച്ച് കെട്ടിയിട്ട് കണ്ണിൽ മുളകിട്ടിട്ട് ഏർവാടി തന്നെ വീണ്ടും കൊണ്ടുപോയിടാൻ പുറപ്പെട്ടപ്പോ ഏതാണ്ട് നമ്മളെ നാട്ടിലെ ചില മറ്റുള്ള അല്ലെങ്കിൽ ചില ആൾക്കാർ, ഇതിനോട് എതിർക്കപ്പെടുന്ന ചില ആൾക്കാർ, ഏർവാടിനോട് എതിർക്കപ്പെടുന്ന ചില ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില ആൾക്കാർ അവിടുന്ന് അവരുടെ കഴിച്ചിലാക്കിയിട്ട് ആ നാട്ടിൽ തന്നെ നിർത്താതെ എന്നെ ഈ പല സ്ഥലങ്ങളിലേക്കും ഹോസ്പിറ്റലിലേക്കും മണിപ്പാലിലേക്കും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നതിന് ശേഷം ഞാൻ അവിടുന്ന് ഈ നമ്മളെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിശ്രമ മന്ദിരത്തിലായിരുന്നു ഞാൻ പലതവണയും കഴിഞ്ഞുകൂടിയത്. അങ്ങനെ പല ആൾക്കാരും നമ്മളുടെ ആ നാട്ടിൽ തന്നെ പല സുഹൃത്തുക്കളും നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും പല പ്രാവശ്യം വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് തന്നെ എന്തെങ്കിലും ചെറിയ ജോലികൾ കച്ചവടങ്ങൾ എല്ലാം ഇങ്ങനെ ചെയ്തു പോകും, ജീവിക്കാൻ വേണ്ടി ആരുടെയും ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. പക്ഷെ അറിയുന്നവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പല ആൾക്കാരും നമ്മളെ അറിയുന്ന ആൾക്കാർക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈയിടെ എന്റെ ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഒരു വ്യക്തി ലെറ്റർ തന്നിട്ട് നമ്മളെ എല്ലാ സംഭവങ്ങളും അറിഞ്ഞ് ഞാൻ എല്ലാ ഹോസ്പിറ്റലും കയറി ഇറങ്ങിയതാണ്. മണിപ്പാൽ, അവിടെ കോഴിക്കോട്, അങ്ങനെ പല സ്ഥലങ്ങളും കയറി ഇറങ്ങിയിട്ട് ഈ രോഗം പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള രോഗങ്ങളാണ് ഏർവാടിയിൽ നിന്ന് എനിക്ക് സമ്മാനിച്ചത്. അവരേക്ക് കയറി പറഞ്ഞിട്ട് എന്നെ തലക്കും മേലക്കും കൈക്കും കാലിനുമായിട്ട് അടിച്ചിട്ട് ഊഴയും കൈ കാലൊക്കെ തളർന്നിട്ട് എണീച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ എന്നെ കൊണ്ട് എത്തിച്ചിട്ട് ആ നിലയിലാണ് എനിക്ക് കിട്ടിയ അനുഭവം എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാരും പരിശോധിച്ചിട്ട് അവർക്ക് യാതൊരു കാരണവശാലും അതിനൊരു പിടുത്തം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ചികിത്സക്ക് ഉണ്ടായത്. 3-4 മാസം അവിടെ തുടർച്ചയായിട്ട് പല ആൾക്കാർ തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ടായി. അവസാന ഘട്ടത്തിൽ അവര് എന്നോട് പറഞ്ഞു, നിങ്ങൾ സായിബാബാന്റെ ഹോസ്പിറ്റലിലേക്ക് ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് ഫ്രീ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ ഫ്രീ കാരണം കൊണ്ടാണ് ഞാൻ അവിടത്തേക്ക് പോയപ്പോൾ അവിടെയും മറ്റൊരു പീഡനമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അവര് എന്നോട് പറഞ്ഞു, എന്താണെന്ന് പറഞ്ഞാല് ഈ രോഗം നിങ്ങൾക്ക് ശിഫായി കിട്ടണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ സായിബാബ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ അവരെ മുമ്പിൽ നിങ്ങൾ പൂജ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് സുഖക്കേട് ഭേദമാവുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് ഭേദമാവില്ല എന്നാണ് അവരുടെ അനുഭവം കണ്ടത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഒരു മുസൽമാനായി ജനിച്ചിട്ട് ഹിന്ദുവായി മരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. കവറായി പോകാനുള്ള നമ്മൾ അതിൽ നിന്ന് ആ പൂജയും ഭാഗങ്ങളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കിടക്കാൻ തന്നെ ഞാൻ വളരെയേറെ ബുദ്ധിമുട്ടായി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റുമായിട്ടാണ് തിരുവനന്തപുരം അവിടത്തേക്ക് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അതിന്റെ ഉള്ളിൽ അവർ കയറ്റിവിട്ടില്ല. അവരെന്നോട് പറഞ്ഞത് ഒരു വ്യക്തി വേണമെന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തിനെ കൊണ്ടുപോയി അവിടെ നമ്മളെ കണ്ടർമെന്റിലെ ഒരു വ്യക്തിയെ ഒരു പള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അയാളെ സാക്ഷി മനാണ് ഞാൻ അവിടെ ഒപ്പിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ പറഞ്ഞത് 3 മണി വരെ ഒരു പൂജാമുറിയിൽ കൊണ്ടുപോയി ഇരുത്തി. പൂജാമുറിയെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം 4 ഭാഗത്തും സ്ക്രീൻ ഇട്ടുണ്ടായിരുന്നു. ഈ 4 ഭാഗത്തും സ്ക്രീൻ ഇട്ടായിരുന്ന ആ മുറിക്കകത്താണ് എന്നെ ഒരു കൊണ്ടുപോയി ഇരുത്തിയത്. അവിടെ നോക്കിയപ്പോൾ എന്താണ് 3 മണിക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ഈ സ്ക്രീൻ അങ്ങോട്ട് വലിച്ചപ്പോൾ ഈ സായിബാബിന്റെ ഫോട്ടോമാണ് എന്റെ മുമ്പിൽ കാണുന്നത്. എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഇതിനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളെ രോഗം 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഭേദമാക്കാം, അതല്ലാത്ത പക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതി ഞങ്ങൾ ഒരു ഡേറ്റ്, ആ ഡേറ്റിൽ വരും എന്നെ നോക്കാനാ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടുന്ന് യാത്ര പോകുന്ന ആളാണ്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ല, നാട്ടിൽ നിൽക്കാറില്ല. നാട്ടിൽ ചെന്നാൽ വീണ്ടും ഇതന്നല്ലേ, അവര് ഏർവാടി ഒരു മുത്തുപേട ഇങ്ങനെ പറയാന്നല്ലാതെ അവരൊക്കെമാർ അവളിച്ചതിനെ കൊണ്ടാണ് എന്റെ രോഗം സിഫാത്തെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനിപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് പരിസരത്തായിട്ട് ഇങ്ങനെ എന്റെ ജീവിതം അങ്ങനെ അത് ഡോക്ടർമാർ പറയുന്നത് 50-50 ചാൻസസ് ആണ്. കാരണം മാറാൻ ചാൻസ് കുറവാന്ന് പറയുന്നത്. കാരണം അവിടുത്തെ അടിയിൽ ആ നിലയിൽ കൈയും കാലും മൊത്തം തളർന്നു പോയിട്ടുണ്ട്. ആ നിലയിൽ ഇപ്പം തന്നെ സാധാരണ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നുണ്ടെന്നല്ലാതെ എനിക്ക് ശരിക്കും ഇരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ കൈ കുത്തിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് ശരിക്കും ഇരിക്കുമ്പോൾ എൻ്റെ തല കറങ്ങും. ആ നിലയിലാണ് എൻ്റെ വരുന്നത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ്. കാരണം എൻ്റെ രോഗം എനിക്ക് തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു രോഗം പല ഡോക്ടർമാർ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു സൗജന്യ മെഡിക്കലിൽ എന്നെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടർമാരായിരുന്നു മന്ത്രി M.K. മുനീർ ഉദ്ഘാടനം ചെയ്ത ആ സ്ഥാപനത്തിലായത് തന്നെ കൊണ്ടുവരുന്നത്. അവിടെ ഞാൻ പരിശോധിച്ച സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങളുടെ രോഗം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ കാര്യമായ OP-ലോ മെഡിക്കൽ കോളേജിലോ നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കും. ഈ മാസം തന്നെയാണ് അത് ഞാൻ നടത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ ഇതിലായിരുന്നു, അതായത് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിലായിരുന്നു സംഭവം. അങ്ങോട്ട് ചികിത്സ തേടി പോകുന്ന ആളുകളോട് ഇനി നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? എന്ത് ഉപദേശം കൊടുക്കേണ്ടത്? കാരണം
ഇവിടെ ഉപദേശം കൊടുക്കാൻ മാത്രമൊന്നും ഇല്ല ഇവിടെ. കാരണം അവിടെ ഒരു തട്ടിപ്പ്. കാരണം വെച്ചാൽ കുറെ കവറുകളൊക്കെ ഉണ്ടാക്കി അതിനെ ഒരു പച്ചത്തുണി വെച്ച് മൂടി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആരെങ്കിലും പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നമ്മളെന്തിനെ കുറ്റക്കാരനാവേണ്ട ആവശ്യം? നമുക്ക് അള്ളാഹുല്ലേ, അള്ളാഹുവിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, നമ്മളെ രോഗങ്ങൾ ശിഫായി കിട്ടൂലേ? അള്ളാഹുവിനോട് പറയണോ? നമ്മൾ അള്ളാഹിന്റെ വീടുകളിൽ പോകും, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ 5 നേരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രോഗം ശിഫായി കിട്ടും. ഇവരില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ഡോക്ടർമാരെ കാര്യങ്ങൾ സമീപിച്ചാൽ പോരെ. എന്നെന്തിനാ നമ്മൾ അങ്ങോട്ടൊക്കെ ആരെങ്കിലും പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ നല്ല രീതിയിലാണ് ജനങ്ങളോട് പറയുന്നത്. കാരണം വെച്ചാൽ ഞാനിപ്പോ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ജനങ്ങളോട് പറയുന്നത് ഏർവാടി പോലത്തെ സ്ഥലങ്ങളിൽ പോയി പെടരുത്. കാരണം അവിടെ ഭയങ്കരമായ പീഡനങ്ങളാണ് സ്ത്രീകളോടും പുരുഷന്മാരോടും അവർ കാണിക്കുന്നത്. സ്ത്രീകളോടാണ് ഏറ്റവും കൂടുതൽ. 10, 18, 15 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവർ കാണിക്കുന്ന രീതിയിൽ, സാധാരണ രീതിയിൽ ബോംബെയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിഡ്നിയാണ് മോഷ്ടിക്കുക. പക്ഷെ ഇവിടെ നടക്കുന്ന ആ നിലക്കല്ല. കിഡ്നി ഒന്നും അവരെടുക്കുന്നില്ലെങ്കിലും മറ്റുള്ള ചില വിവരങ്ങൾക്ക് അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ പൈസ സമ്പാദിക്കുന്ന സ്ഥാപനമാണ് ഏർവാടി. അപ്പൊ അതിനെ കൊണ്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സ്ത്രീകളെ രോഗത്തിന് വേണ്ടി ചികിത്സിക്കാൻ പെണ്ണുങ്ങളോ ആണുങ്ങളോ പോകാതിരിക്കുന്ന ഏറ്റവും നല്ലത്. അസുഖങ്ങൾ ചികിത്സിക്കപ്പെടാതെ ശുഹദാക്കന്മാർ വഴിയുള്ള ഭൗതികാതീത ശമനം ആഗ്രഹിച്ച് ഏർവാടിയിലെത്തുന്നവർ ക്രൂരമായി ചൂഷണം ചെയ്യപ്പെടുന്നു. ഇവരിൽ പലരും ദുരൂഹ സാഹചര്യത്തിൽ മരണമടയുന്നു. മറ്റു ചിലരാവട്ടെ നരകയാതനകളും പീഡനങ്ങളും സഹിച്ച് ഏർവാടി പരിസരത്ത് ജീവിക്കുന്നു. ഏർവാടിയിൽ ചികിത്സയ്ക്കെത്തി മരണത്തിന് വിധേയരായ നിരവധി മലയാളികളുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. സ്ത്രീകൾ ക്രൂരമായ ചൂഷണത്തിനും പീഡനത്തിനും ഇരയാക്കപ്പെടുന്നുണ്ട് ഇവിടെ. പീഡനങ്ങൾക്കിരയായി മരിച്ച സാബിറ എന്ന യുവതിയുടെ അനുഭവം ഓർക്കുക. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. പലതും പുറം ലോകം അറിയുന്നില്ല. ഏർവാടിയുടെ ഭക്തന്മാരും അതിന്റെ ഗുണഭോക്താക്കളും അടങ്ങിയ തൽപരകക്ഷികൾ പല സംഭവങ്ങളും പുറത്തുവരാതെ മറച്ചുവെക്കുന്നു. ചികിത്സയുടെ പേരിൽ ചൂഷണത്തിനും മരണത്തിനും വിധേയമാക്കപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് പുറം ലോകം അറിയാതിരിക്കുവാൻ ഇവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി എത്തുന്ന സ്ത്രീകളെ ലൈംഗിക വ്യാപാരത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കാലിൽ ചങ്ങലക്കിട്ടും തൂണുകളിൽ ബന്ധിച്ചു കിടക്കുന്ന രോഗികൾ. അവരിൽ പലരും മാസങ്ങളും വർഷങ്ങളുമായി ഈ അവസ്ഥയിൽ കഴിയുന്നവരാണ്. മാനസിക രോഗികൾ എന്ന പേരിൽ ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഹതഭാഗ്യർ. ഇവർ ഏർവാടിയിലെ ചികിത്സാ കേന്ദ്രങ്ങളിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ പീഡനങ്ങളും ക്രൂരതകളും ആത്മീയ ചികിത്സയുടെ പേരിൽ ന്യായീകരിക്കപ്പെടുകയാണ് കുബൂരിപക്ഷത്ത്. കിരാതവും ക്രൂരവുമായ പീഡനങ്ങളെ ഇവർ ഭംഗിവാക്കുകൾ കൊണ്ട് ന്യായീകരിക്കുന്നു. ചികിത്സയുടെ മറവിലുള്ള തട്ടിപ്പുകളെയും ക്രൂരതകളെയും ദിവ്യവൽക്കരിക്കുന്നു. മഹത്തായ സംഭവങ്ങളെന്നോ ദിവ്യത്വവും ആത്മീയതയും നിറഞ്ഞു കവിയുന്ന കാര്യങ്ങളെന്നോ ഇത്തരം നീചവൃത്തികളെ ഇവർ ന്യായീകരിക്കുന്നു. എല്ലാ വാതിലുകളും അടയുമ്പോൾ അവസാനമാണ് രോഗികൾ ഏർവാടിയിലെത്തുന്നത്. എല്ലാ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലും കാണിച്ചിട്ടുണ്ടാകും. ഇന്ത്യയിലെ 1-കിട മനോരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് സുഖമാകാത്ത ഒരാൾ ഇവിടെ വന്നു സുഖപ്പെട്ടതായി പറഞ്ഞു. ആശ്രിതരിൽ പലർക്കും വളരെ പെട്ടെന്ന് തന്നെ മനഃശാന്തി ലഭിക്കുന്നു. സാവധാനം ഭേദപ്പെട്ടു വരുന്നവരുമുണ്ട്. ഈ മണൽപ്പരപ്പ് മനസ്സുകൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്നു. അടുത്തറിയുന്നവർക്കൊക്കെ ആശ്ചര്യം. സൈക്യാട്രിസ്റ്റുകൾ പലരും ആദ്യം വിമർശിക്കുന്നു. സത്യം ബോധ്യപ്പെടുമ്പോൾ അത്ഭുത സ്തബ്ധരാകുന്നു. മനസ്സുപോലെ നിഗൂഢമായ മാനസികാരോഗ്യ കേന്ദ്രത്തെ അവർ അംഗീകരിക്കുന്നു. എല്ലാവരും സമ്മതിച്ചു, രോഗം മാനസികമാണ്. ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത മനസ്സിനെ മരുന്നുകൊണ്ടല്ല, ആത്മീയ പ്രഭ കൊണ്ടാണ് സുഖപ്പെടുത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാകാം ഏർവാടി. ആത്മീയ പരിചരണ രീതി മറ്റു മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഏർവാടിയെ വേർതിരിച്ചു നിർത്തുന്നു. അശരണരുടെ ആശാകേന്ദ്രമാണ് ഇവിടം. ദർഗാ കമ്മിറ്റി സാരഥികൾ പാപങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് കുഴങ്ങിയിട്ടില്ല ഒരു അന്തേവാസിയുടെ മൊഴി. 100ഓളം വരുന്ന മാനസിക രോഗികൾ മതവൈജാത്യത്തിനതീതമായ വെള്ള ഷർട്ടും മുണ്ടും തൊപ്പിയും ധരിച്ച് ദിനേന ദർഗയിലേക്ക് പോകുന്നു. ഇതൊരു കാഴ്ച തന്നെയാണ്. രോഗികളെ വേണ്ട വിധം പരിപാലിക്കുന്നുവെന്ന് ഉടമ പറഞ്ഞു. മാനസിക രോഗത്തിന് പുറം ചികിത്സയൊന്നും നൽകുന്നില്ല. വൈകുന്നേരങ്ങളിൽ ദർഗയിലേക്ക് കൊണ്ടുപോകുന്നു. ദിക്റ് ചൊല്ലും. മതവ്യത്യാസം കൂടാതെ എല്ലാവരും ഇത് പതിവാക്കുന്നു. ഭ്രാന്തന്മാർക്ക് സായുജ്യത്തിന്റെ തീരമാണ് ഏർവാടി. ആ മണലുകളിൽ വിളയുന്നത് ശാന്തിയും സമാധാനവുമാണ്. ചുട്ടുപൊള്ളുന്ന മണലിൽ തളിർക്കുന്നത് വരും ജീവിതങ്ങൾ. ഡോക്യുമെന്ററിയിലെ മറ്റൊരു ഭാഗം ശ്രദ്ധിക്കൂ. ആചാര അനാചാരങ്ങളുടെ പേരിൽ ഏർവാടിയെ വിമർശിക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് വസ്തുത?
ദീനീ വിജ്ഞാനങ്ങൾ പഠിക്കാനും സത്യമെന്തെന്നറിയാനും കേരളീയർക്ക് അനുകൂല സാഹചര്യമാണുള്ളത്. പൂർവിക പണ്ഡിത മഹത്തുക്കളുടെ ശ്രമഫലമായി പാരമ്പര്യമായും കേരളീയർക്ക് ദീനീ വിദ്യാഭ്യാസം ലഭിച്ചു. പക്ഷേ തമിഴ് മക്കൾക്ക് ആ ഭാഗ്യമുണ്ടായില്ല. അവരിന്നും ദീനീ രംഗത്ത് അജ്ഞരാണ്. അത് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും നിഴലിച്ചു കാണുന്നുവെന്നത് ഒരു ദുഃഖസത്യമാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യത്തിൽ അഹങ്കരിക്കാതെ ഈ സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ സൽവഴിയിൽ നടത്താൻ ശ്രമിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അല്ലാതെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ആക്ഷേപിക്കുകയല്ല. ചിലരുടെ നിരുത്തരവാദപരമായ സമീപനം മൂലം ദുരന്തങ്ങളും വിപത്തുകളും എവിടെയുമെന്ന പോലെ ഏർവാടിയിലും സംഭവിച്ചേക്കാം. അതിന് പുണ്യാത്മാക്കൾ ഉത്തരവാദികളല്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ദർഗാ പരിപാലക ട്രസ്റ്റും ഇതിന് ഉത്തരവാദികളല്ലെന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ബോധ്യപ്പെടും. എത്രമാത്രം സാമൂഹ്യ വിരുദ്ധമാണ് ഈ ദുർബല ന്യായീകരണങ്ങൾ എന്ന് ഏർവാടിയിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചങ്ങലകളെ പൂമാലകളാക്കുകയും ബന്ധനത്തെ ആത്മീയ അനുഭൂതിയാക്കുകയും ചെയ്യുന്ന പുരോഹിതന്മാർ ചങ്ങലക്കിട്ടവരുടെ ശരീരത്തിലെ മുറിവുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. ശരീരവും മനസ്സും മരവിച്ച മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ഏർവാടിയുടെ പീഡന കേന്ദ്രങ്ങളിൽ നരകിക്കുന്നത് അവഗണിക്കുന്നു. ഏർവാടി ശുഹദാക്കന്മാർ സ്വപ്നത്തിലും രാത്രിയുടെ മറവിലും വന്ന് രോഗികളെ ചികിത്സിക്കുന്നുവെന്ന വിശ്വാസം പ്രചരിപ്പിക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ഒരു വലിയ വിഭാഗം ദുർബല വിശ്വാസികൾ ഇത്തരമൊരു തെറ്റിദ്ധാരണയ്ക്ക് വിധേയരാണ്. മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്ന രോഗികൾക്ക് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർവാടി ശുഹദാക്കന്മാർ ചെയ്തു കൊടുക്കുന്നുവെന്ന കഥകൾ ഏർവാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈയിടെ ഒരു ഓപ്പറേഷൻ നടന്നായിട്ട് എനിക്കറിയാം. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്ക് ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1.5 ലക്ഷം രൂപയോളം വില പറഞ്ഞ തല ഓപ്പറേഷൻ പറഞ്ഞു. അദ്ദേഹം ആ കുട്ടിയായിട്ട് ഇവിടെ വരുവുണ്ടായി. ഇവിടെ കിടന്ന് നിലവിളിച്ച് കിടന്ന് കരഞ്ഞതിന് ശേഷം ഉപ്പാപ്പ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്ത് ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്കെ കൊണ്ട് കിടത്താൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ ഹാക്കിംഗ് ഡോക്ടർ പാപ്പാടിക്കെ കൊണ്ട് കൊടുത്തി ഒറ്റ ദിവസം കൊണ്ട് തന്നെ തല ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുകയും ആ ആശുപത്രിയില്ല തുണി ഇങ്ങനെ വെച്ച് കെട്ടുകയും പഞ്ഞികളും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ നേരം വെളുത്തപ്പോൾ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്നു അതുപോലെ കൈ ക്ലിയർ ആയിട്ട് തല ഹോസ്പിറ്റലിൽ കെട്ടി ഓപ്പറേഷൻ ചെയ്ത് വിടുകയും അവിടുന്ന് തന്നെ ഉടനെ തന്നെ പിറ്റേന്ന് തന്നെ സ്വപ്നം കാണിച്ചു കൊടുക്കാൻ അവർ നാഹൂറിലേക്ക് പോകണമെന്ന് പറയും. അപ്പം ജനങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി അത്ഭുതമായ ഒരു കാഴ്ചയായിരുന്നു. അത് കാണാൻ വേണ്ടി ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ മഹാന്മാരങ്ങ് പറഞ്ഞു വിട്ടു. കാരണം 8 വർഷമായുള്ളവരുണ്ട്, 10 വർഷമായുള്ളവരുണ്ട്, ചിലപ്പോൾ 2 മാസം കൊണ്ട് തന്നെ രോഗം മാറുന്ന ഉള്ള രീതിയിൽ ഉള്ള ഇതുണ്ട്. അത് നമ്മളിവിടെ ഈ മഹാന്മാരോട് നമ്മളെങ്ങനെ നമ്മളിവിടെ പെരുമാറുന്ന ആ രീതിയിലാണ് നമുക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ ദൃക്സാക്ഷിയായ ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ് ഈ വ്യക്തി വിവരിക്കുന്നത്. സാധാരണ ഓപ്പറേഷനുകൾ പോലെ അടയാളങ്ങളും സർജറിയുടെ ലക്ഷണങ്ങളും ശേഷിച്ചുകൊണ്ട് നടന്ന സംഭവത്തെക്കുറിച്ച് ആ പരിസരത്തു നിന്ന് വ്യക്തമായ വിവരം നമുക്ക് ലഭ്യവുമല്ല. വർഷങ്ങളോളം ഏർവാടി ദർഗയുടെ ഭരണസമിതി അംഗമായിരുന്ന സൈനുൽ ആബിദീൻ പറയുന്നത് താൻ ഇത്തരം അത്ഭുതങ്ങൾക്ക് ദൃക്സാക്ഷിയായിരുന്നിട്ടില്ല എന്നതാണ്. എന്താ പദവി ഇരുന്നത്? ஏற்கனவே 98ல இருந்து 2000 வரையிலும் பிரசிடென்ட் സ്വപ്നത്തിൽ വന്ന് ഓപ്പറേഷൻ பண்ற ഇതില്ല. அது எனக்கு தெரியல. முன்னே இருந்ததா? அது அந்த சம்மதம் எனக்கு தெரியல. அப்படியா? இந்த சரித்திரத்தில் அந்த மாதிரி ஏதாவது? அந்த இது எனக்கு அது எனக்கு அப்பாற்பட்டது. அப்படியா? அப்புறம் தான் வந்தது இல்ல? அப்புறம் வந்ததா? அது அது அந்த விஷயங்கள் எனக்கு அப்பாற்பட்டது. எனக்கு தெரியல. தெரியாது. தெரியாத நான் சொல்றேன். ஆமா. அதுக்கு யோசிப்பு இருக்கா? அதுக்கு நீங்க வந்து இது பண்றீங்களா? இல்ல. அதாவது உங்களுக்கு இல்ல, இப்ப இந்த மாதிரி நடக்குன்னு சொல்றாங்களே, அதுக்கு வந்து நீங்க ஒப்போஸ் பண்றீங்களா இல்ல அதுக்கு வந்து? நான் அதுக்கு அப்பா என்னது சிந்தனைக்கு அப்பாற்பட்டது. മറ്റു വിധത്തിലുള്ള റാമത്തുകളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലെന്ന് പറഞ്ഞു. കാരണം ഓപ്പറേഷൻ, അതേപോലെ ഈ ഛർദിക്കല്, മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് നേരിട്ട് കാണാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പറയാൻ അറിയില്ല എന്ന് പറയുന്നു. തദ്ദേശീയർക്ക് അജ്ഞാതവും എന്നാൽ കേരളത്തിൽ നിന്നെത്തുന്ന ഭക്തന്മാർക്ക് മാത്രം അറിയാവുന്നതുമായ ഇത്തരം അത്ഭുതങ്ങൾക്ക് കെട്ടുകഥകളിൽ കവിഞ്ഞ പ്രാധാന്യമില്ല.
ഏർവാടി ഭക്തരെ വഞ്ചിക്കുവാനായി കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്ന ഇത്തരം കഥകൾ പലപ്പോഴും പ്രവാചകന്മാരുടെ മുജിസത്തുകളെ കവച്ചുവയ്ക്കുന്ന കറാമത്തുകളായിട്ടാണ് പ്രചരിപ്പിക്കാറുള്ളത്. നൂറുകണക്കിന് രോഗികൾ മാസങ്ങളും വർഷങ്ങളുമായി ചങ്ങലകളിൽ ബന്ധിതരായി കഴിയുകയും അവരിൽ പലരെയും ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോകുകയും ചെയ്യുന്നു. എന്നിട്ടും അത്ഭുതങ്ങളെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾക്ക് കുറവില്ല. സ്വപ്നത്തിൽ വന്ന് ശസ്ത്രക്രിയ നടത്തി മാറാരോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഈ ശുഹതാക്കൾക്ക് വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനോരോഗികളെ സുഖമാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭ്യമല്ല. മാനസിക രോഗികൾക്ക് ഇങ്ങനെ ചങ്ങലയിൽ ബന്ധിതരായി കഴിഞ്ഞുകൂടുന്നതുകൊണ്ട് അവരുടെ മാനസിക രോഗം കുറയുന്നില്ലെന്ന് മാത്രമല്ല, ചങ്ങലക്കിട്ടതിന്റെ മുറിവുകളും വ്രണങ്ങളും പഴുത്ത് കാലുകൾ മുറിച്ചുകളയേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നു. അത്യധികം ക്രൂരമായ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയുമാണ് കുബൂരികൾ ചെയ്യുന്നത്. മനഃശാന്തിക്ക് മക്ബറയിലെത്തുന്നവർ, കാലിൽ സ്വയം കുരുക്കൾ തീർത്തു ക്ലേശം ഭരിക്കുന്നവർ, ശരീരത്തിൽ ചങ്ങല വീഴുമ്പോൾ മനസ്സിലെ ചങ്ങലകളാണ് തകർന്നു പോകുന്നത്. ബന്ധനം മനസ്സിന്റെ അടഞ്ഞ വാതിലുകളെ തുറപ്പിക്കാൻ പര്യാപ്തമാകുന്നു. മരുന്നുകളില്ലാതെ മനഃശാന്തി എന്നത് ഏർവാടിയിലെ പ്രത്യേകത. ഇനിയും കണ്ടെത്താത്ത നിഗൂഢമായ മനസ്സുപോലെ ഇവിടെ ശാന്തിയുടെ പൊരുളും ശേഷിക്കുന്നു. പൂമാലയാണ് കാലിലെ കുരുക്കൾ. അസുഖം ഭേദമായവരുടെ കാലിലും വളയങ്ങൾ അവശേഷിക്കുന്നു. അവർ ജോലി ചെയ്യുന്നു, ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നു, യാതൊരു അസുഖവുമില്ല. പിന്നെ എന്തിന് കാലിലൊരു വളയം? അത് ധരിക്കുന്നതിൽ അവർക്ക് സംതൃപ്തിയാണ്. ആത്മസംതൃപ്തിക്കു കാലിൽ വളയങ്ങൾ അണിയുന്നവർ കിരാതമായ പീഡനങ്ങളുടെയും വലിയ ചൂഷണങ്ങളുടെയും കേന്ദ്രമായി വർത്തിക്കുന്നു എന്നതോടൊപ്പം തന്നെ സാമൂഹിക വിരുദ്ധരുടെയും കുറ്റവാളികളുടെയും ഒളിത്താവളമായും ഏർവാടിയും പരിസരവും മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒളിച്ചോടിയെത്തുന്ന ക്രിമിനലുകളും പിടികിട്ടാപ്പുള്ളികളും ഇവിടെ മനോരോഗികളായി അഭിനയിച്ചു കഴിഞ്ഞുകൂടുന്നു. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരോ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിലെ പങ്കാളികളോ ആയവർക്ക് ഒളിത്താവളമായി ഏർവാടി ഉപയോഗിക്കപ്പെടുന്നത് ഏർവാടിയുടെ ആരാധകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ വരുന്നവരിൽ 70% കേരളീയരാണ്. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. പലരും വലിയ കുറ്റങ്ങൾ ചെയ്ത് പോലീസിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ വരുന്നു. കാലിൽ ചങ്ങലയിട്ട് ശബ്ദം വെച്ച് നടക്കുന്ന ഇത്തരക്കാരെ കുറിച്ച് ആരും ഒന്നും തിരക്കാറില്ല. സ്വന്തം കുടുംബത്തിലെ 4 പേരെ വകവരുത്തിയ ഹമീദ് എന്ന കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ വെച്ചാണ്. കേരളത്തിൽ നിന്ന് വേശ്യകളും ഇവിടെ എത്തുന്നുണ്ട്. പരസ്പരം സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ കഴിയാത്തവർ വീട്ടുകാരിൽ നിന്നും രക്ഷപ്പെടാൻ ഇവിടെ അഭയം തേടുന്നു. ഈയിടെ ഒരു ആശാരിയും മുസ്ലിം പെണ്ണും ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞ കേസ്, അറിയാത്ത എത്രയെത്ര കേസുകൾ. ഇവിടെ അനിഷ്ട സംഭവങ്ങൾ തീരെ നടക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. വലിയ കള്ളന്മാരും കൊള്ളക്കാരും പോലീസിന്റെ കണ്ണുപൊട്ടിക്കാൻ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഇവിടെ വന്നവരോട് ആരും ഒന്നും തന്നെ അന്വേഷിക്കാറില്ലല്ലോ. ബോംബെയിലെ ശിവസേന പ്രവർത്തകനായ രാംജിത്തിനെ കഴിഞ്ഞ മാസം CBI അറസ്റ്റ് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇത്തരം കേസുകൾ നിരവധിയുണ്ട്. ഇത്തരുണത്തിൽ ഈ പ്രദേശത്ത് ഇത്രയെങ്കിലും സമാധാനമുണ്ടല്ലോ. ക്രിമിനലുകൾ ഒളിത്താവളമാക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് എന്ത് ചികിത്സയും ആത്മീയ പരിഹാരവുമാണ് ലഭിക്കുക എന്ന് നാം ചിന്തിക്കണം. കൂടുതൽ കൂടുതൽ തിന്മകളും നീചവൃത്തികളും വ്യാപിക്കുകയും അധർമ്മങ്ങൾ പച്ചപിടിച്ചു വളരുകയുമല്ലേ ഇത്തരം സ്ഥലങ്ങളിൽ സംഭവിക്കുക. ഏർവാടിയിലെ സ്ഥിതിയും അതുതന്നെയാണ്. ചൂഷണത്തിന്റെ 1000 മുഖങ്ങൾ ഇവിടെ നടമാടുന്നു. അനാശാസ്യത്തിന്റെയും ലൈംഗിക അരാജകത്വത്തിന്റെയും പല രൂപങ്ങൾ ഇവിടെ ഇരുട്ടിന്റെ മറപറ്റി നടക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ ക്രൂരവും പരുക്കനുമാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരവും പ്രശ്നങ്ങളും പലപ്പോഴും അതിരുവിടുന്നു. ഏർവാടി ചരിത്രത്തിലെ പീഡനത്തിന്റെയും ക്രൂരതയുടെയും തീക്ഷണത പുറം ലോകമറിഞ്ഞ ഒരു ദിനം. ഇവിടെയായിരുന്നു ദുർബലരായ ശുഷ്കിച്ച് വയറൊട്ടിയ ഒരു പറ്റം പട്ടിണിക്കോലങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ തീനാളങ്ങളിൽ അകപ്പെട്ട് ഈയാമ്പാറ്റകളെപ്പോലെ ചങ്ങലയിൽ ബന്ധിതരായി ജീവനോടെ ബന്ധിരിക്കപ്പെട്ടത്. തീഗോളങ്ങൾക്കിടയിൽ കിടന്ന് അവർ രക്ഷയ്ക്കു വേണ്ടി ആർത്തു വിളിച്ചു കരയുന്നത് നിസ്സഹായരായി കണ്ണുനീരോടെ നോക്കി നിൽക്കാനല്ലാതെ മറ്റന്തേവാസികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഭീകരദൃശ്യം നേരിൽ കണ്ട അന്തേവാസി സംഭവം വിവരിക്കുന്നു. സംഭവം നടന്നത് இந்த சம்பவம் வந்து நாங்கள் எல்லாரும் தூங்கிட்டு இருந்தோம் ராத்திரி. அதோட திடீர்னு அந்த உள்ள இருந்தது
சத்தம் போட்டு ஆள் சத்தம் கேட்டுச்சு. அதோட ஓடியாந்து பார்த்தா யாருமே இல்லை. அது பூரா சங்கில மாட்டுமே கிடச்சி யாருமே உள்ளே போக முடியல. அதோட பின்னாடி தண்ணி அள்ளி எல்லாரும் சேர்ந்து தண்ணி அள்ளி ஊற்றினோம். அப்புறம் பின்னாடி தான் எல்லாம் எரிஞ்சு முடிச்சு தான் அமர்ந்துச்சு. சில இதுகளை நாங்கள் தப்பி கேட்டது பூரா ஓடிடுச்சு. நீங்கள் கண்ணால் பார்த்துருக்குது? நாங்கள் நின்று நாங்கள் தானே அமர்த்தினது எல்லாரும். அப்படியா? அப்போ ஏன் அவரெல்லாம் ஓடல? அது ஓட முடியாத சூழ்நிலை. ரெண்டு வேலையும் ரெண்டு பேரும் சேர்ந்து விளங்க மாட்டி கூட்டி போட்டுறாங்க. உள்ள ஓட முடியல. உள்ள அப்படியா? தீ எரியவும் இப்படி கூறவேனே தீ எரியவும் உள்ள போக முடியல எங்கனால. உங்களுக்கு உள்ள போக முடியல, அவருக்கு ஓட முடியல. அவருக்கு அவனாலையும் வெளியே ஓடியார முடியல. ஓடுறதுக்கு காரணம் இந்த தீ எரிஞ்சதுனாலதான். செங்கல்ல போட்டுருக்கேன். செங்கல்ல போட்டு. அப்ப எத்தனை பேர் இருந்தாச்சுன்னு? 28 பேர். 28 പേരില്ല. ഇതാണ് മനോരോഗികളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരുന്ന തൂണുകൾ. വെന്തെരിഞ്ഞ കൂടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. തീപിടുത്തത്തിൽ വെന്തെരിഞ്ഞ പച്ചയായ മരങ്ങൾ സംഭവത്തിന്റെ തീക്ഷ്ണത വ്യക്തമാക്കി തരുന്നു. അധോലോകങ്ങളുടെയും കച്ചവട സംഘങ്ങളുടെയും പിടിയിലാണ് ഏർവാടി. ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുന്നത് വിവിധ അധോലോക ഗ്രൂപ്പുകളാണ്. വിവിധ ഗ്രൂപ്പുകൾ നടത്തുന്ന മാനസിക ചികിത്സാ കേന്ദ്രങ്ങൾ ഇന്ന് ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രങ്ങളാണ്. നിരപരാധികളായ ഒരുപറ്റം മനുഷ്യരെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന സംഭവമായിരുന്നു അത്. ചൂഷണത്തിന്റെയും അവിഹിത സമ്പാദ്യത്തിന്റെയും പങ്കുപറ്റുകയും അതുപയോഗിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾ നേടുകയും ചെയ്യുന്നവർക്ക് ഇസ്ലാമിക മൂല്യങ്ങളോടൊന്നല്ല, ധാർമ്മിക മൂല്യങ്ങളോടും മാനുഷികതയോടും പ്രതിബദ്ധതയുണ്ടാവുകയില്ല. ഏർവാടി ഇത്തരം നരാധമന്മാരുടെ കയ്യിലെ ഉപകരണമായി തീർന്നതായാണ് കാണുന്നത്. ഔലിയാക്കളോടും ശുഹദാക്കളോടുമുള്ള ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ഈ കൊടിയ തിന്മകളെ സാധൂകരിക്കുന്നവർ ആരായാലും അവർക്ക് അല്ലാഹു മാപ്പുകൊടുക്കില്ല. ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും പിൻബലമില്ലാതെ ആവിഷ്കരിക്കപ്പെട്ട കഥകളിൽ അടിത്തറയിട്ടുകൊണ്ടാണിന്ന് എവിടെയും ദർഗകളും ജാറങ്ങളും മുളച്ചുപൊന്തുന്നത്. അവിടങ്ങളിലെ ചൂഷണത്തിനും തിന്മകൾക്കും ന്യായീകരണം നൽകുവാൻ പുതിയ പുതിയ കഥകൾ തൽപരകക്ഷികൾ മെനഞ്ഞുണ്ടാക്കുകയും ചെയ്യും. ചൂഷണത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും മുന്നിൽ നിൽക്കുകയും ചെയ്യും. അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട സുജൂദുകളും പ്രാർത്ഥനകളും മറ്റ് ആരാധനകളും കൽപ്പിത കഥകളിലെ കഥാപാത്രങ്ങളായ ശൈക്കന്മാർക്കും ഔലിയാക്കൾക്കും അർപ്പിക്കുകയും ചെയ്യും. ഈ കൊടിയ നീചവൃത്തിയെ ന്യായീകരിക്കുവാൻ ദുർബലങ്ങളായ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഏർവാടിയിലെത്തുന്ന ചിലർ അവിടുത്തെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യുന്നത് സംബന്ധിച്ച് അൽ ഇർഫാദ് മാസികയിലെ പരാമർശങ്ങൾ ഇതിന് തെളിവാണ്. ഇവിടെ മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. ഇത് അനിസ്ലാമികമല്ലേ? സുജൂദ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അത് സൃഷ്ടികൾക്കു വേണ്ടി ചെയ്യൽ അനിസ്ലാമികമാണ്. സുജൂദ് ശരിയാകണമെങ്കിൽ ഉളു ആവശ്യമാണ്. അതിനാൽ ഭക്തിയാദരപൂർവ്വം വണങ്ങുമ്പോൾ അത് സുജൂദാകുന്നില്ല. സുജൂദ് ചെയ്യുന്നത് പിന്നെ ആളുകൾ ചെയ്യാൻ പാടില്ല. സുജൂദ് എന്ന് പറയുന്നത് നീയത്തോടെ ഏഴംഗങ്ങൾ കീഴെ വെക്കുന്ന സുജൂദ്. ഒതു വേണം, ഒതുവോടെ ഏഴംഗങ്ങൾ കീഴെ വെച്ച അത് സുജൂദാത്. ഇത് നീയത്തോടെ ദൈവത്തോടെ ഒരു വഴക്കം തൊട്ട് മിച്ചു കൊടുക്കുന്ന മാതിരി ഇത് പതിപ്പ് കൊടുക്കുന്ന മാതിരി ഇതില്ല. അതിന് സുജൂദെന്ന് പറയാൻ പാടില്ല. അവർക്ക് ചെയ്യുന്ന ഒരു മര്യാദ അത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാരും ചെയ്യുന്നുണ്ട്, പുറം നാട്ടുകാർ ചെയ്യുന്നുണ്ട്. എത്ര ലാഘവത്തോടെയും നിസ്സാരതയോടെയുമാണ് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നതിനെ ഇവർ കാണുന്നത്. ഇസ്ലാമിന്റെ പേരിലാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത്. ഖബർ പൂജയും തൽസംബന്ധമായ മുഴുവൻ ദുരാചാരങ്ങളും കഠിനമായി വിലക്കിയ ഇസ്ലാമിന്റെ പേരിൽ ഖബർ പൂജയെ ന്യായീകരിക്കുന്നു. മക്ബറകൾ കേന്ദ്രീകരിച്ചു നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ നിസ്സാരമായി കാണുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും മതിയാക്കാതെ ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഏർവാടിയിൽ എന്തു നടക്കുന്നു എന്ന് അന്വേഷിച്ചു ചെല്ലാൻ വെല്ലുവിളിക്കുന്ന കുബൂരികൾക്ക് അവിടുത്തെ തിന്മകളെല്ലാം നന്മകളാണ്. മാത്രവുമല്ല, അവർ അതിന്റെയൊക്കെ ഗുണഭോക്താക്കളുമാണ്.
സത്യം തിരിച്ചറിയുവാൻ മുസ്ലിം സമൂഹം തയ്യാറാവേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാവുകയാണിവിടെ.